മറ്റ് ശബ്ദങ്ങളും ചിന്തകളും ഒക്കെ ഒന്ന് മാറ്റിവെച്ച് നമുക്കൊന്ന് അന്തർമുഖരാവാം. അന്തർമുഖത്തിലൂടെ മാത്രമേ ഈശ്വരന് ലഭിക്കൂ. അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ. അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള യജ്ഞങ്ങളും യജ്ഞങ്ങളും എല്ലാം. അറിഞ്ഞും അറിയാതെയും ലോകത്തിലെ സമസ്ത ജീവജാലങ്ങളുടെയും എല്ലാ ചലനങ്ങളും അന്തർമുഖരായി അന്തർവർത്തിയായി ശോഭിക്കുന്ന ആ ശക്തിയെ അറിയാനും അതിൽ ലയിക്കാനും വേണ്ടിയുള്ളതാണ്. ചിലരത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു, പലരും അതറിയാതെ ചെയ്യുന്നു. നമ്മളൊക്കെ അറിഞ്ഞ് ചെയ്യുന്നവരാണ് ഇവിടെ വന്ന് കൂടി എല്ലാവരും. അതിനുവേണ്ടിയാണ് എല്ലാവരും എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കുറച്ച് അവനവൻ്റെ പരിശ്രമവും കൂടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഇവിടെ സാത്വിക ചിന്തയും അതുപോലെ തന്നെ എത്രയോ എത്രയോ സജ്ജനങ്ങളുടെ മഹത്വമേറിയതായിട്ടുള്ള ചിന്താ തരംഗങ്ങളും ഘനീഭവിച്ച് കിടക്കുന്ന ഭൂമിയാണിത്. മഹാത്മാക്കളുടെ പുണ്യപാദപാംസുക്കളെ കൊണ്ട് പവിത്രീകൃതയായിരിക്കുന്ന യജ്ഞഭൂമിയാണ്. ഒരുപാട് വിഷ്ണു സഹസ്രനാമ യജ്ഞങ്ങൾ നടന്ന് പവിത്രീകരിക്കപ്പെട്ട മണ്ണിലാണ് നാം ഇരിക്കുന്നത്. ഇവിടുത്തെ ഓരോ മൺതരിക്കും ഓരോ പുൽക്കണത്തിനും അന്തരീക്ഷത്തിലെ ഓരോ അണുക്കൾക്കും നമ്മുടെ ചിന്തയെ സ്വാധീനിക്കാനും ഇവിടെ വരുന്നവരെ സന്മാർഗനിരതരാക്കി തീർക്കുവാനുമുള്ള കഴിവുണ്ട്. അതിന് നാം ഇവിടെ വരുന്നവരായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും നമ്മുടേതായിട്ടുള്ള പങ്ക് കൊടുത്ത് അതിനെ കൂടുതൽ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുക. ഇവിടെ വന്ന് ലൗകിക കാര്യങ്ങളും മറ്റുള്ള ചിന്തകളുമൊക്കെ ഉപേക്ഷിച്ച് ഈ ആധ്യാത്മിക തരംഗത്തെ വർദ്ധിപ്പിക്കുവാൻ പരിശ്രമിക്കുക. എല്ലാവരും അന്തർമുഖരാവുക. വാക്കുകൾ ലൗകികം പ്രത്യേകം ഉപേക്ഷിക്കുക. ഈ യജ്ഞശാലയിൽ, ഇങ്ങനെയുള്ളൊരു യജ്ഞശാലയിൽ അച്ചടക്കത്തെ പറ്റി പറയേണ്ട ആവശ്യമില്ല. കാരണം അത് ഇവിടെ വന്ന് കാണേണ്ടതാണ്, അനുഭവിക്കേണ്ടതാണ്. എങ്ങനെയാണ് ഒരു യജ്ഞം നടത്തേണ്ടത് എന്നും അത് നടത്തിക്കേണ്ടത് എങ്ങനെയാണ് എന്നും അതിൽ പങ്കെടുക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ മാതൃകാപരമായിട്ട് കാണിച്ചു തരുന്ന ഒരു യജ്ഞമാണ് വർഷങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു 3 പ്രാവശ്യം എല്ലാവർക്കും പരബ്രഹ്മത്തിൻ്റെ അക്ഷരസ്വരൂപമായ വാഗ്രൂപമായ ഓങ്കാരം എല്ലാവർക്കും ചേർന്നൊരു 3 പ്രാവശ്യം ഉച്ചരിക്കാം. ഓ നിരാകാരനും നിർഗുണനും അവ്യയനും അപ്രമേയനും ആദ്യന്തരഹിതനും ജന്മാദി ബന്ധങ്ങളില്ലാത്തവനും വാക്കുകളെ കൊണ്ട് ബോധിപ്പിക്കാൻ കഴിയാത്ത ശക്തിയുമായിട്ടുള്ള പരബ്രഹ്മത്തിൻ്റെ ചെറിയ ചെറിയ അംശങ്ങളാണ് നമ്മളെല്ലാവരും. ആ പരബ്രഹ്മത്തെ നിരാകാര നിർഗുണ രൂപത്തിൽ ഉപാസിക്കുവാൻ സാധാരണക്കാർക്ക് കഴിയില്ല. അതിനുവേണ്ടിയാണ് ഈ സഗുണ സാകാര രൂപങ്ങളും അവതാരങ്ങളും എല്ലാം. ഭഗവാന്റെ സഗുണ സാകാര
രൂപലീലകളെ വർണ്ണിക്കുന്ന ഗ്രന്ഥമാണ് ഭാഗവതം. ശ്രീമദ് ഭാഗവത തത്വസമീക്ഷ സത്രത്തിൽ ആണ് നാം ഇരിക്കുന്നത്. നമുക്ക് ആരംഭിക്കുന്നതിന് മുമ്പ് ഈ സത്രത്തിൻ്റെ എല്ലാമായിരിക്കുന്ന ഇതിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനം മുതൽ ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിലും ഇരുന്ന് എല്ലാവരെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആ പരബ്രഹ്മശക്തിയെ നമുക്ക് വന്ദിക്കാം. ആ പരബ്രഹ്മം തന്നെയാണ് ഭഗവാൻ കൃഷ്ണനായിട്ട് അവതരിച്ചത്. ആ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ സ്വന്തം കൈകൊണ്ട് പൂജിച്ച വിഗ്രഹമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ. അതാണ് ഗുരുവായൂരപ്പൻ്റെ പ്രത്യേകത. ആ ഗുരുവായൂരപ്പനെ നമുക്ക് വന്ദിക്കാം. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. പൊന്നു ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓരോരുത്തരും അധ്യാത്മമാർഗത്തിലേക്ക് വരുന്നതിന് പ്രേരണ തന്ന് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന, അതിനെ ഏറ്റവും അധികം നമ്മയൊക്കെ സഹായിച്ച നമ്മുടെ ഓരോരുത്തരും അവരവരുടെ ഗുരുനാഥനെ സ്മരിക്കുക. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാം ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ധന്യ സദ്ഗുരുനാഥ ശരണം. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. പരമസദ്ഗുരോ പാഹി മാം. രക്താംബരം മൃദുമനോഹരമന്ദഹാസം ഭക്തേഷ്വനന്യശരണേഷു സദാ പ്രസന്നം ത്വാം സർവഭൂതജഗദേകഹിതാവതാരം ശ്രീ സായിനാഥമനിശം ഹൃദി ഭാവയാമി. സായീശ്വരാ ശരണം. ഇന്നത്തെ പ്രഭാഷണ വിഷയം ദക്ഷയാഗം. ദക്ഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം സമർത്ഥൻ എന്നാണ്. അദ്ദേഹം സമർത്ഥനായിരുന്നു. പക്ഷേ സാമർഥ്യം ലൗകിക വിഷയങ്ങളിലല്ല വേണ്ടത്. സാമർഥ്യം ബഹിർമുഖത്വത്തിലല്ല വേണ്ടത്. സാമർഥ്യം അന്തർമുഖനാവുമ്പോഴാണ് പരിപൂർണമാവുക. ലോകത്തിലെ പൊതുവെ ജനങ്ങളുടെ നോട്ടം ബാഹ്യമായിട്ട് എന്തെല്ലാം സമ്പാദിച്ചു എന്നുള്ളതിലാണ്. അതിനുവേണ്ടിയാണ് മനുഷ്യൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മായയുടെ ശക്തിയാണ്. മായ നമ്മെ ഇതിന് പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ മായയിൽ കുടുങ്ങാതിരിക്കാൻ വളരെ വിഷമമുണ്ട്. ഭഗവാൻ സത്യസായിബാബ പറയുന്നത് മായ ഒരു ഭീകരനായ നായയാണെന്ന്. ഒരു കാവൽ നായയാണത്രേ മായ. യജമാനനെ കാണാൻ നമുക്ക് യജമാനൻ്റെ ഗൃഹത്തിലേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ കാവൽ നായയാണ് മായ. ഈ കാവൽ നായയെ കടന്നിട്ട് വേണം യജമാനൻ്റെ അടുത്തെത്താൻ. ഈശ്വരൻ്റെ അടുത്ത് എത്തണമെങ്കിൽ മായയെ കടക്കണം.
പക്ഷെ മായ അതിഭീകരമാണ്. മായയുടെ രൂപം. രക്ഷപ്പെടാൻ മാർഗമൊന്നുമില്ല. അതിനാണ് 2-3 മാർഗങ്ങൾ പറയുന്നത്. ഒന്ന്, വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും പറയുന്ന ധർമ്മം, അതുപോലെ ഈശ്വരൻ്റെ പൂജ, യാഗം മുതലായതൊക്കെ അനുഷ്ഠിക്കുക. എന്തിനാ ഇത് അനുഷ്ഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇതുകൊണ്ട് നമുക്ക് ഈശ്വരൻ്റെ അടുത്തെത്താൻ സാധിക്കുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ചിത്തശുദ്ധി ഉണ്ടാവും, മനഃശുദ്ധി ഉണ്ടാവും. മനഃശുദ്ധി ഇല്ലാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഈ മാതിരി കർമ്മമാർഗത്തിലൂടെ സഞ്ചരിച്ച് ചിത്തശുദ്ധി സംഭവിച്ച ഒരുവനാണ് ഈശ്വരനിലേക്ക് എത്തണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവുക. തോന്നലുണ്ടായിട്ട് കാര്യമില്ല. അവിടെ മായയുടെ മഹാശക്തിയുണ്ട്. അപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈശ്വരൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ പല തരത്തിൽ ഈ മായ എന്ന ഭീകരനായ നായ നമ്മെ ഉപദ്രവിക്കാൻ വരും. അതിന് 2 മാർഗങ്ങളാണ് ഉള്ളത്. കർമ്മമാർഗം അനുഷ്ഠിച്ച് ജ്ഞാനയോഗത്തിനോ ഭക്തിയോഗത്തിനോ അധികാരിയാവാം. ജ്ഞാനയോഗി ധീരനാണ്, ജ്ഞാനയോഗി ശക്തനാണ്, ജ്ഞാനയോഗി ഒന്നിനെയും ഭയപ്പെടാത്തവനാണ്. വിവേകാനന്ദ സ്വാമി പറഞ്ഞതുപോലെ അഭീഹി, ലോകം മുഴുവൻ എതിർത്ത് വന്നാലും കുലുങ്ങാത്തവനാണ് ജ്ഞാനയോഗി. ആ ജ്ഞാനയോഗം ഏറ്റവും ശ്രേഷ്ഠമാണ്. പക്ഷേ ഈ ജ്ഞാനയോഗി ഞാൻ ഈശ്വരനാണ്, അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ് അത് അനുഭവത്തിൽ വന്ന ആളാണ്. അങ്ങനെയുള്ള ഒരു ജ്ഞാനയോഗിയുടെ അടുത്തേക്ക് ഈ ഭീകരനായ നായയ്ക്ക് അടുക്കാൻ കഴിയില്ല. കാരണം ഈ നായ ഈ വ്യക്തിയല്ല കാണുന്നത്, മായ കാണുന്നത് ഈശ്വരനാണ്. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ് അത് അനുഭവത്തിൽ വന്ന ഒരു വ്യക്തിയെ മായ ഈശ്വരനായിട്ട് കാണുന്നു. അതുകൊണ്ട് മായയെ നിർഭയം ജയിച്ച് നടന്ന് മുന്നേറി ഈശ്വരനിൽ എത്തിച്ചേരാം ജ്ഞാനയോഗിക്ക്. പക്ഷെ അവിടെ ഒരു കുഴപ്പമുണ്ട്. ഭഗവാൻ സത്യസായി ബാബ പറഞ്ഞതാണ്. എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ, ചെറിയൊരു തെറ്റ് വന്നാൽ മതി. ചെറിയൊരു തെറ്റ് വന്നാൽ അവിടെ ഈ മായ ചാടിക്കടിക്കും. ഈ ഭീകരൻ നായ സംശയത്തിൻ്റെ ഒരു ലേശം വന്നാൽ ഉടനെ ഈ സാധകനെ ചാടിക്കടിക്കും. അതിൽ വീണുപോവും. എത്രയോ ജ്ഞാനമാർഗത്തിൽ ഉയർന്നു പോയവരിങ്ങനെ നശിച്ചിട്ടുണ്ട്. അനവധി കാലം തപസ് ചെയ്ത് അവസാനം ഒരു മേനകയുടെ ചെലമ്പിൻ്റെ ധ്വനി കേട്ടപ്പോഴേക്ക് വിശ്വാമിത്രൻ തപസ്സിൽ നിന്ന് ഭ്രമിച്ചുപോയി. അതിൽ ഭ്രമിക്കാത്ത ജ്ഞാനയോഗികൾ വളരെ കുറച്ചേ ഉള്ളൂ. മാർക്കണ്ഡേയനെ പോലെ, നരനാരായണ മഹർഷിമാരെ പോലെ അവരെ ഭ്രമിപ്പിക്കാൻ മായയെ കൊണ്ടാവില്ല. മായ ഭയപ്പെട്ട് മാറി നിൽക്കുന്നു ഈ മഹാത്മാക്കളെ. സാധാരണക്കാരായ നമുക്കൊക്കെ എന്താ മാർഗം? നമുക്കും ഒരു മാർഗം വേണ്ടേ? അതാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ സത്യസായി ബാബ പറഞ്ഞു, അടുത്തതാണ് ഭക്തിയോഗം. ഭക്തിയോഗിക്ക് അറിയാം അവൻ ഈശ്വരൻ്റെ അടുത്ത് എത്തണം, അതിനുവേണ്ടി പ്രയത്നിക്കണം. മായ ഉപദ്രവിക്കുന്നുണ്ടെന്നറിയാം. എങ്ങനെ രക്ഷപ്പെടണം എന്നറിയില്ല. ഉറക്കെ വിളിച്ച് കരയുന്നു, പ്രഭോ, നാരായണ, കൃഷ്ണ, ഭഗവാനെ, അമ്മേ, അയ്യപ്പസ്വാമീന്ന് വിളിച്ച് കരയുന്നു. ഇത് കേട്ട്
കാരുണ്യമൂർത്തിയായ ഈശ്വരൻ തൻ്റെ ഉയർന്ന സ്ഥാനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് തൻ്റെ ഭക്തന്റെ കൈ പിടിച്ച് തൻ്റെ സ്വന്തം ധാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. യജമാനൻ തൻ്റെ ദൂരത്ത് നിന്ന് കാത്തു കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സന്ദർശകനെ തൻ്റെ ഉയർന്ന ധാമത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ഈ ഭീകരനായ മായ എന്ന നായ വാലാട്ടി തലയും താഴ്ത്തി ഭഗവാന്റെയും ഭക്തന്റെയും പാദം മണത്തുകൊണ്ട് നിൽക്കുന്നു. അതിൻ്റെ ഭീകരമായ മുഖം അത് താഴ്ത്തുന്നു. ഇതാണ് ഭക്തിയുടെ മഹത്വം. ജ്ഞാനം ഏറ്റവും ശ്രേഷ്ഠമാണ്. ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാൽ കുരുതേ. ജ്ഞാനം അഗ്നിയാണ്. നമ്മിൽ ഓരോരുത്തരും ഉണ്ട് ഈ അഗ്നി. നമുക്ക് അതിന് ഉണർത്തുവാനും ഉയർത്തുവാനുമുള്ള കഴിവുണ്ടാവണമെന്ന് മാത്രം. അങ്ങനെയുള്ളവർ വളരെ കുറവാണ്. ഈ മാതിരി മോക്ഷേച്ഛുക്കളും ദുഃഖഭൂയിഷ്ഠവുമായിട്ടുള്ള ഈ ജീവിതത്തിൽ നിന്ന് രക്ഷ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുമായിട്ടുള്ള സാധാരണ മനുഷ്യരെ കൈപിടിച്ച് പൊക്കാൻ വേണ്ടിയാണ് ഭക്തിയോഗം. അത് ഇന്നത്തെ കാലത്ത് അധർമ്മം വർദ്ധിച്ചിരിക്കുന്നു, സ്വാർത്ഥികൾ നിറഞ്ഞിരിക്കുന്നു. ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകളാണ് നമ്മുടെ കാതിലെത്തുന്നത്. മനുഷ്യൻ ഇത്രയും അധപ്പതിക്കാമോ എന്ന് പലപ്പോഴും നാം ചിന്തിച്ചു പോകും. മക്കളോട് സ്നേഹമില്ലാത്ത അമ്മമാര് എന്ന് പറഞ്ഞാൽ ഏറ്റവും വിശിഷ്ടമായ സ്നേഹമാണ് മാതൃസ്നേഹം. അതുപോലും ഇല്ലാത്തതായിട്ടുള്ള അമ്മമാര് സ്വന്തം രക്തത്തിൽ നിന്ന് ജന്മം കൊടുത്ത കുഞ്ഞിനെ സ്വന്തം കൈകൊണ്ട് ഞെരിച്ചു കൊല്ലുന്ന അമ്മമാര് ഇന്നത്തെ ലോകത്തിലെ വാർത്തയാണ്. ഇത്രയും നശിച്ച ഒരു കാലം ഉണ്ടാവാൻ വൈകൂ? കലിയുടെ ശക്തി വർദ്ധിക്കുമ്പോൾ ഈശ്വരന്റെ കാരുണ്യവും വർദ്ധിക്കുന്നു. സാധാരണ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈശ്വരൻ അവതരിക്കുന്നു. ഈശ്വരന്റെ അവതാരം പല രൂപത്തിലുണ്ടായിരിക്കാം. പൂർണ്ണാവതാരമായിരിക്കാം, അംശാവതാരമായിരിക്കാം, കലാവതാരമായിരിക്കാം, മഹാത്മാക്കളിലൂടെ ആയിരിക്കാം. ലോകത്തിന് വേണ്ടി സ്വാർത്ഥത വെടിഞ്ഞ് ദുഃഖവും ത്യാഗവും സഹിക്കാൻ തയ്യാറായിട്ട് മാനാപമാനങ്ങളിൽ തുല്യരായി ലോകത്തിൽ നമുക്ക് മഹാത്മാക്കളെ കാണാം. ഇവരൊക്കെ അവതാര വരിഷ്ഠരാണ്, സംശയിക്കണ്ട. അങ്ങനെയുള്ളവരെ നാം വന്ദിക്കണം. അവർ ലോകത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ള മഹാത്മാക്കളൊക്കെ നമുക്ക് വന്ദിക്കാം. ഈ നാട്ടില് നമ്മുടെയൊക്കെ സുഹൃതം കൊണ്ട്, ഈ നാട്ടുകാരുടെ സുഹൃതം കൊണ്ട് ഈ നാട്ടിൽ അതുപോലൊരു മഹാത്മാവുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ മഹാത്മാവിൻ്റെ പ്രവൃത്തിയുടെ കർമ്മത്തിൻ്റെ ഫലമാണല്ലോ വർഷങ്ങളായിട്ട് അച്ചടക്കത്തോടുകൂടി ഇത്രയും ഭംഗിയായിട്ട് ഇവിടെ ഈ ശ്രീമദ് ഭാഗവത തത്വ സമീക്ഷ സത്രം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള മഹാത്മാക്കളൊക്കെ നമുക്ക് വന്ദിക്കാം. ദക്ഷൻ സ്വാർത്ഥിയായ ഒരു മനുഷ്യന്റെ പ്രതിരൂപമാണ്. തൻ്റെ ശക്തിയിൽ അഹങ്കരിക്കുന്ന ഒരു സാധാരണ മനുഷ്യന്റെ പ്രതിരൂപമാണ് ദക്ഷൻ. ദക്ഷൻ എന്ന് പറഞ്ഞാൽ സമർത്ഥൻ എന്നാണ് അർത്ഥം. പക്ഷെ സാമർഥ്യം കാണിക്കേണ്ടത് ആത്മനിഷ്ഠമായിട്ടായിരുന്നു
വേണ്ടിയിരുന്നത്. ദക്ഷൻ അതല്ല, അത് ദേഹനിഷ്ഠമായിട്ടാണ് കാണിച്ചത്. പുരാണങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത ഇതാണ്. വേദം കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. മാ ഹിംസീഹി, കൊല്ലരുത്, ഹിംസ അരുത്. അഹരഹ സന്ധ്യാം ഉപാസീത, ദിവസം തോറും സന്ധ്യാവന്ദനം നടത്തണം. സത്യം വദ, ധർമ്മം ചര, അതിഥിദേവോ ഭവ, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ. ഇങ്ങനെ തുടങ്ങിയിട്ട് വേദം കൽപ്പിക്കുന്നു. ആ മാർഗത്തിലൂടെ സഞ്ചരിക്കണം നാം. പക്ഷെ പുരാണങ്ങളും ഇതിഹാസങ്ങളും അതല്ല ചെയ്യുന്നത്. കാന്താസംഹിതയോപദേശയുജേ, ഒരു പതിവ്രതയായ സൽക്കുലജാതയായ സൽഗുണസമ്പന്നയായ ഈശ്വരഭക്തയായ ഒരു പത്നി ഏതുപോലെയാണോ തൻ്റെ ഭർത്താവിനെ, പതിയെ അനുനയിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്ത് ദുഷ്കർമ്മങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് സന്മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ പ്രേരണയും കൈത്താങ്ങും കൊടുത്ത് പതിയെ പതിവ്രത ഈശ്വരപാദത്തിൽ എത്തിക്കുന്നത് പോലെ കാന്താസംഹിതയോപദേശയുജേ. കാവ്യവും വേദവും പുരാണാദികളും ഒക്കെ ഭാര്യയെപ്പോലെ, പതിവ്രതയായ ഒരു നല്ല പത്നിയെപ്പോലെ വേണ്ടത് പറഞ്ഞുകൊടുത്ത് വേണ്ടാത്തതിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തുന്നു. രാമായണത്തിൽ 2 കഥാപാത്രങ്ങളെ നമുക്ക് പ്രധാനമായിട്ട് കാണാം. രാമായണത്തിലെ ഏറ്റവും പ്രധാന കഥാപാത്രം ആരാന്ന് ചോദിച്ചാൽ സംശയമൊന്നുമില്ല, രാമായണം, രാമൻ തന്നെ അല്ലേ. രാമന്റെ മഹത്വം ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി വിപരീത സ്വഭാവത്തോടു കൂടിയിട്ട് അതേപോലെ ശക്തനായിട്ടുള്ള പ്രതിസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു നായകനുണ്ട്, പ്രതിനായകൻ. പറയാതെ അറിയാം എല്ലാവർക്കും, രാവണൻ. രാമാദിവദ്വർത്തിതവ്യം നതു രാവണാദിവത് ഇത്യുപദേശരൂപേണ. രാമനെ പോലെ ജീവിക്കണം, രാവണനെ പോലെ ജീവിക്കരുത്. ഇത് രണ്ടും കാണിച്ചു തരുന്നു. രാമനെ പോലെ ജീവിക്കണം, രാവണനെ പോലെ ആവരുത്. ഭാഗവതത്തിലും ഇതുപോലെ നമുക്ക് കഥാപാത്രങ്ങളെ ഭാഗവതം വരച്ച് കാണിക്കുന്നു. ദക്ഷനെ പോലെ ആവരുത്, അടുത്ത കഥ ധ്രുവനെ പോലെ ആവണം. അതടുത്ത് നമുക്ക് കേൾക്കാം. ദക്ഷനെ പോലെ ആവരുത്. ദക്ഷത വേണ്ടതാണ്. ദേഹനിഷ്ഠമായിരിക്കരുത്, ആത്മനിഷ്ഠമായിരിക്കണം. ഈ ശരീരം ആഹുശരീരം രഥമിന്ദ്രിയാണി ഹയാനഭീഷുന്മന ഇന്ദ്രിയേശം വർത്തുമാച മാത്രാധിഷണം ച സൂതം സത്വം ബൃഹത് ബന്ധുരമീശ സൃഷ്ടം അക്ഷം ദശപ്രാണമധർമ്മധർമ്മൗ ചക്രേഭിമാനം രഥിനം ച ജീവം ധനുരിഹിതസ്യ പ്രണവം പഠന്തി ശരന്തു ജീവം പരമേവ ലക്ഷ്യം. ജീവാത്മാവിൻ്റെ ലക്ഷ്യമാണ് പരമാത്മാവിൻ്റെ സ്ഥാനം എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് ഉപയോഗിക്കാനുള്ള, യാത്ര ചെയ്യാനുള്ള ഒരു ആഹുശരീരം രഥം. ഈ ശരീരം ഒരു തേരാണ് എന്ന് മനസ്സിലാക്കുക. തേര് എന്ന് പറഞ്ഞാൽ വാഹനം ആണ് എന്ന് മനസ്സിലാക്കുക. വാഹനം എന്തിനുള്ളതാണ്? യാത്ര ചെയ്യാനുള്ളതാണ് വാഹനം. നല്ലൊരു വാഹനം കിട്ടി, അല്ലെങ്കിൽ നല്ലൊരു വാഹനം വാങ്ങി
വാങ്ങിയിട്ടത് ഗാരേജിൽ തുടച്ച് മിനുക്കി സ്റ്റാർട്ട് പോലും ചെയ്യാതെ അവിടെ സൂക്ഷിച്ചു വെച്ച് വിളക്കും കത്തിച്ച് വെച്ചിട്ട് കാര്യമുണ്ടോ? വിളക്ക് കത്തിച്ച് വെച്ച് പൂജിക്കേണ്ടതല്ല വാഹനം. വാഹനം ഓടിക്കാനുള്ളതാണ്. ഓടിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, അതിന് ആവശ്യത്തിന് ടയറിൽ കാറ്റ് വേണം, ക്ലച്ച് ഓയിലും ബ്രേക്ക് ഓയിലും ഒക്കെ ഉണ്ടാവണം, അതിൻ്റെ എൻജിൻ സ്മൂത്തായിട്ട് പ്രവർത്തിക്കണം. ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഡോക്ടറെ കൊണ്ടുപോയിട്ട് മെക്കാനിക്കിനെ കൊണ്ടുപോയി കാണിക്കണം. ആവശ്യമില്ലാത്തതൊന്നും അതിലൊഴിക്കരുത്. ആവശ്യമില്ലാത്തത് അവിടെ വന്നു ചേരുമ്പോൾ അതിനൊക്കെ തുടച്ചു മാറ്റണം, അതിന് സർവീസ് ചെയ്യണം. അതുപോലെ ഈ ശരീരമാകുന്ന രഥം ഇതിൻ്റെ ഉള്ളിലേക്ക് ആവശ്യമുള്ളത് മാത്രമേ കൊടുക്കാവൂ. ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്ന ആ ഇന്ധനത്തിനാണ് പറയുക ആഹാരം എന്ന്. ആഹാരം വായയ്ക്ക് മാത്രമല്ല, കണ്ണിനുണ്ട്, മൂക്കിനുണ്ട്, ചെവിക്കുണ്ട്, ത്വക്കിനുണ്ട്. എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ആഹാരമുണ്ട്. മനസ്സിനും ആഹാരമുണ്ട്. മനസ്സിൻ്റെ ആഹാരമാണ് ചിന്ത, കണ്ണിൻ്റെ ആഹാരമാണ് കാഴ്ച, ചെവിയുടെ ആഹാരമാണ് ശബ്ദം, നാവിൻ്റെ ആഹാരമാണ് രസം. നാവിന് മാത്രം ഒരു പ്രത്യേകത ഉണ്ട്. നാവ് ഒരേ സമയത്ത് ജ്ഞാനേന്ദ്രിയവുമാണ് കർമ്മേന്ദ്രിയവുമാണ്. ഇങ്ങനെ ഒരു ഇന്ദ്രിയം മാത്രമേ ഉള്ളൂ. രണ്ടും വഹിക്കുന്ന ഒരേ ഒരു ഇന്ദ്രിയം രസന എന്നു പേരായ ഇന്ദ്രിയം. അതുകൊണ്ട് ഭാഗവതം പറഞ്ഞു, ജിതം സർവം ജിതേ രസേ. മറ്റുള്ള ഇന്ദ്രിയാണ്യനുശുഷ്യന്തി ഹിംസാപി വിനിവർത്തതേ രസവർജം രസോപ്യസ്യ. മറ്റുള്ള ഇന്ദ്രിയങ്ങൾക്കൊക്കെ അതിന് തീറ്റ കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ആ ഇന്ദ്രിയങ്ങൾ താനെ ഉപശമിക്കുന്നു. സീരിയൽ കാണാത്തവൻ അത് കാണണം എന്നുള്ള തോന്നലുണ്ടാവില്ല. ഈ മാപ്രസിദ്ധീകരണങ്ങളിലുള്ള ആഴ്ചപ്പതിപ്പിലുള്ള നീണ്ട കഥകൾ വായിക്കാത്തവന് അത് വായിക്കണം എന്നുള്ള തോന്നലുണ്ടാവില്ല. ഒരിക്കൽ വായിക്കുന്നത് കൊണ്ടാണ് പിന്നെയും വായിക്കണം എന്ന് തോന്നുന്നത്. സീരിയൽ ഒരിക്കൽ കാണുന്നത് കൊണ്ടാണ് പിന്നെയും കാണണം എന്ന് തോന്നുന്നത്. കണ്ടില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല. അതുകൊണ്ട് അതെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, കാണരുത്, കേൾക്കരുത്, പറയരുത്. അപ്പോൾ അത് അവിടെ നിന്നു. പക്ഷേ ഈ ഇന്ദ്രിയങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് നിയന്ത്രിക്കാമെന്നുണ്ടെങ്കിൽ ഈ നാവ് അത് ജ്ഞാനേന്ദ്രിയമായി കഴിയുമ്പോൾ അതിന് ശക്തി കൂടുതലാണ്. അതിന് തീറ്റ കൊടുക്കാതിരുന്നാൽ അത് കോപിക്കുന്നു. കണ്ണിന് കണ്ടിട്ടില്ലെങ്കിൽ അതുപോലെ വീണ്ടും കാണണം എന്ന് തോന്നില്ല എങ്കിൽ, നാവിന് അതിൻ്റെ ഭക്ഷണം കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ആർത്തി വർദ്ധിക്കുന്നു. അതിന് ഭക്ഷണത്തെ പറ്റി മാത്രമേ നാവിന് ചിന്ത ഉണ്ടാവുള്ളൂ, പിന്നെ വേറെ എല്ലാം മറക്കുന്നു. അതിന് ജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയതായിട്ടുള്ള വിഷമം. അതിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ, നാവ് കൊണ്ട് മറ്റുള്ള ലൗകിക വിഷയങ്ങൾ പറയാതിരിക്കുക. നാവുകൊണ്ട് ഈശ്വരൻ തന്ന ഈ നാവുകൊണ്ട് ഈശ്വരനെ പറ്റി പറയുക, ഈശ്വരന്റെ നാമം ജപിക്കുക. അതിനുവേണ്ടിയാണ് നമുക്ക് ഈ ശരീരമാകുന്ന രഥം കിട്ടിയിട്ടുള്ളത്. അതിലെ കുതിരകളാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ. കടിഞ്ഞാൺ പിടിച്ചു നിർത്തണം. ബുദ്ധിസൂതനാണ്, നിന്റെ തേരാളി ബുദ്ധിയാണ്, ബുദ്ധിസൂതനാണ്. തേരാളിക്കൊരു കുഴപ്പമുണ്ട്. തേരാളി എന്ന് പറഞ്ഞാൽ ഡ്രൈവർ. കാർ ഓടിക്കുന്ന ഡ്രൈവർ എങ്ങനെ ഇരിക്കണം? ഹി മസ്റ്റ് ബി അലർട്ട്, അല്ലേ? എവൈക്ക്, ഉണർന്നിരിക്കണം, ജാഗരൂകനായിട്ടിരിക്കണം. ഒരേ സമയത്ത് എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കണം. കയ്യും കാലും കണ്ണും ശരീരവും. ശരീരത്തിൻ്റെ ഭാഷ തന്നെ അങ്ങനെയായിരിക്കണം. ഒടിഞ്ഞു കുത്തി തൂങ്ങിയിരിക്കാൻ പറ്റില്ല ഒരു ഡ്രൈവർക്ക്. നിവർന്നിരിക്കണം, ദീർഘദൃഷ്ടിയായിരിക്കണം, മനസ്സ് ഏകാഗ്രമായിരിക്കണം. കയ്യും കാലും എല്ലാം വേണ്ടതുപോലെ പ്രവർത്തിക്കണം. അതുപോലെ ഈ ശരീരമാകുന്ന രഥത്തെ
കൊണ്ടുപോകുന്ന ബുദ്ധിയാകുന്ന സൂതൻ അലർട്ട് ആൻഡ് അവൈക്കായിരിക്കണം, ഉണർന്നിരിക്കണം, ജാഗരൂകനായിട്ടിരിക്കണം. ഈശ്വരന്റെ അടുത്തേക്ക് പോകുകയാണ് നമ്മുടെ ലക്ഷ്യം എന്നറിയണം. ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാം. ഒരു നിമിഷത്തെ പിഴവ് മതി. താൻ മാത്രമല്ല, താൻ ഓടിക്കുന്ന വാഹനം മാത്രമല്ല, വാഹനത്തിലിരിക്കുന്നവര് മാത്രമല്ല, വഴിയാത്രക്കാരെ കൂടി നശിപ്പിക്കാൻ ഈ വാഹനം ഓടിക്കുന്ന ഡ്രൈവറുടെ ഒരു നിമിഷത്തെ അശ്രദ്ധ മതി. ഒന്നുറങ്ങിപ്പോയാൽ മതി, പോരെ. അതുപോലെ ഈ ശരീരമാകുന്ന രഥം നമുക്ക് ഈശ്വരൻ തന്നതാണ്, നമ്മൾ വില കൊടുത്ത് വാങ്ങിയതല്ല. ദി ബെസ്റ്റ് വാഹനമാണ്, ദി ബെസ്റ്റ്. ദി ബെസ്റ്റ് ഞാൻ പറഞ്ഞത്, ഇതിലും നല്ലൊരു വാഹനം എനിക്ക് കിട്ടില്ല ഈ ലോകത്തിൽ. ഈശ്വരനാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്. ഈ ലോകം താനുണ്ടായതൊന്നുമല്ല, കൊരഞ്ഞന്മാരിൽ നിന്ന് പരിണാമം സ്വീകരിച്ച് ഉണ്ടായതല്ല മനുഷ്യൻ. അത് പടിഞ്ഞാറ് ഡാർവിന്റെ ആൾക്കാർ അങ്ങനെയുള്ളവരാ. അവർ കൊരഞ്ഞന്റെ മക്കളാ, നമ്മൾ കൊരഞ്ഞന്റെ മക്കളല്ല. നമുക്കൊക്കെ പൂർവീകന്മാരായിട്ടുള്ളൊരു മഹർഷിമാരുണ്ട്. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, എൻ്റെ പൂർവികൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാനതിൽ അഭിമാനം കൊള്ളുന്നവനാണ്. ദേവന്മാരുടെ ഗുരുനാഥനായിരിക്കുന്ന ബൃഹസ്പതിയുടെ വംശത്തിൽ ജനിച്ചവനാണ് ഞാൻ. അങ്കിരസ ഗോത്രം. മാത്രമല്ല അത് പരമ്പരയാ കൈമാറി തുടർന്ന് വന്നപ്പോൾ മറ്റൊരു മഹർഷിയുടെ അനുഗ്രഹം കൂടി ലഭിച്ച ഗോത്രത്തിലാണ് ഞാൻ ജനിച്ചത്. ആംഗിരസ ഭരദ്വാജ ഗോത്രം. ശ്രീരാമചന്ദ്ര മഹാപ്രഭു കാട്ടിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും തൻ്റെ ആ ആശ്രമത്തിൽ സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയ ഭരദ്വാജ മഹർഷിയുടെ വംശത്തിലാണ് ഞാൻ ജനിച്ചത്. നമുക്കൊക്കെ ഇങ്ങനെ ഒരു ഗോത്രമുണ്ട്. ഭാരതീയർക്ക് ഗോത്രമുണ്ട്. ഭാരതീയരാരും കൊരഞ്ഞന്റെ മക്കളല്ല. ഭാരതീയരൊക്കെ ജനിച്ചത് ഒരു ഗോത്രം മഹർഷിമാരുടെ പേരാണ്. വിശ്വാമിത്ര ഗോത്രമാവാം, ഔൽഗല്യ ഗോത്രമാവാം, അങ്കിരസ ഗോത്രമാവാം. ഇങ്ങനെ അനവധി മഹർഷിമാർ. വസിഷ്ഠ ഗോത്രം. ഇവരൊക്കെ ഈശ്വരനെ കണ്ടവരാണ്, ഈശ്വരനെ അറിഞ്ഞവരാണ്, ഈശ്വരനെ അറിയാനുള്ള മാർഗത്തെ തുറന്നു കൊടുത്തവരാണ്. അങ്ങനെയുള്ള നാട്ടിലാണ് നാം ജനിച്ചിട്ടുള്ളത്. നമ്മുടെ നാടിന്റെ മഹത്വം തന്നെ ഈ നാട്ടിൽ മാത്രമേ ഈശ്വരൻ അവതരിച്ചിട്ടുള്ളൂ. യൂറോപ്പിലോ അറേബ്യ രാജ്യത്തോ പോയിട്ട് ഈശ്വരൻ മനുഷ്യനായിട്ട് ജനിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളവർ വിശ്വസിക്കില്ല. സർവശക്തനായിട്ടുള്ള ദൈവം എന്തിനാ മനുഷ്യനായിട്ട് ജനിക്കുന്നത് എന്ന് ചോദിക്കും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ നാട്ടിലൊന്നും ഈശ്വരൻ അവതരിച്ചിട്ടില്ല. യേശുക്രിസ്തു ഞാൻ ഈശ്വരനാണ് എന്ന് പറഞ്ഞില്ല. ഐ ആം ദി മെസഞ്ചർ ഓഫ് ഗോഡ് എന്നാ പറഞ്ഞു. ഞാൻ ദൈവത്തിന്റെ സന്ദേശവാഹകനാണ് എന്നാ പറഞ്ഞത്. മുഹമ്മദ് നബി ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞില്ല. ദൈവത്തിന്റെ മഹത്വത്തെ കീർത്തിക്കാൻ വന്നവനാണ്, മഹാത്മാവ്, ആ പരമ്പരയിൽ ജനിച്ച ആളാണെന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ നമ്മുടെ നാട്ടിൽ ജനിച്ച ഭഗവാൻ പറഞ്ഞു, ഞാനാണ് ഈശ്വരൻ, ഞാനാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്, ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ഞാനാണ്. മയാ തതമിദം വിശ്വം ജഗദവ്യക്തയോനിന മത്സ്ഥാനി സർവഭൂതാനി. ഈ ലോകത്തിലുള്ള സകല ചരാചരങ്ങളും എന്നിലാണിരിക്കുന്നത് അർജുന. മൈ സർവമിദം സൂത്രേ മണിഗണായിവ. ഈ ലോകം മുഴുവൻ ഞാനാകുന്ന ചരടിൽ കോർക്കപ്പെട്ടിരിക്കുന്നു. ഞാനാണ് ഈ ലോകത്തിന്റെ സൃഷ്ടാവ്, ഞാനാണ് ഈ ലോകത്തെ നിലനിർത്തുന്നത്, ഞാനാണ് ഈ ലോകത്തെ സൃജസി ഹം അൽസി അവസി. സൃഷ്ടിക്കുന്നതും രക്ഷിക്കുന്നതും അവസാനം ഞാൻ തന്നെയാണ് എന്നിലേക്ക് സ്വീകരിക്കുന്നതും.
ഇത് പറയാൻ ശക്തിയുള്ള ഒരു പൂർണ്ണാവതാരം ഈ ഭാരതത്തിലേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഭാരതത്തിന്റെ പുറത്ത് വന്ന മതങ്ങളൊന്നും ഈ അവതാര സിദ്ധാന്തത്തെ പരിപൂർണമായിട്ട് അംഗീകരിക്കില്ല. കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെയൊന്നും ഈശ്വരൻ ഇങ്ങനെ ശ്രീരാമനും ശ്രീകൃഷ്ണനും അവതരിച്ചിട്ടില്ല. ഒരു ശ്രീരാമനോ ഒരു ശ്രീകൃഷ്ണനോ ഭാരതത്തിന്റെ പുറത്ത് അവതരിച്ചിട്ടില്ല. എന്തിന് ബുദ്ധൻ ഭാരതം തന്നെ തെരഞ്ഞെടുത്തു? എന്തിന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മുടെ ഭൂമി ഭാരതഭൂമി തെരഞ്ഞെടുത്തു അവതരിക്കാൻ? എന്തിന് ഭഗവാൻ ശ്രീരാമൻ ഭാരതഭൂമിയിൽ വന്ന് അവതരിച്ചു? ഈ ഭൂമിയുടെ പ്രത്യേകതയാണ്, ഈ നാടിന്റെ പ്രത്യേകതയാണ്. സ്വാമി വിവേകാനന്ദൻ പറയുന്നു, ലോകത്തിലുള്ള എല്ലാ നാടുകളും നശിച്ചാലും പരിഭ്രമിക്കാനില്ല, ഭാരതം നശിച്ചാൽ ലോകം നശിച്ചു. നമുക്ക് എന്തിന്റെ കുറവാണുള്ളത്? ലോകത്തിലെ ഏറ്റവും ബുദ്ധി കൂടിയ ജനങ്ങൾ ഭാരതീയരാണ്. ലോകത്തിലെ കുശാഗ്രബുദ്ധികൾ, മഹാത്മാക്കൾ, ശക്തന്മാർ ഭാരതീയരാണ്. ലോകത്തിലെ ധിഷണയിൽ മുന്നിട്ട് നിൽക്കുന്നവർ ഭാരതീയരാണ്. ലോകത്തിൽ കാണുന്ന എല്ലാ കാലാവസ്ഥകളും ഒത്തിണങ്ങിയ നാടാണ് ഭാരതം. അതിശൈത്യം ഒരു ഭാഗത്തെങ്കിൽ അത്യുഷ്ണം മറുഭാഗത്ത്. ഒരിക്കലും മഴ പെയ്യാത്ത മരുഭൂമികൾ ഒരു വശത്തെങ്കിൽ എപ്പോഴും മഴ ഒഴിയാത്ത പർവ്വതങ്ങൾ മറുവശത്ത്. പ്രകൃതിയുടെ വൈവിധ്യവും മഹത്വവും ഇങ്ങനെ കാണുന്ന ഒരു നാട് വേറില്ല. ലോകത്തിൽ എവിടെയും കാണാത്തതായിട്ടുള്ള അത്ഭുതം ഹിമാലയം. പർവ്വതങ്ങൾ വേറെ പല സ്ഥലത്തും ഉണ്ടാവാം, പക്ഷെ ഹിമാലയം ഒന്നേ ഉള്ളൂ. ഹിമാലയത്തിലുള്ള പർവ്വതങ്ങൾ, അല്ലെ, അതുപോലെ കൊടുമുടികൾ, അവിടെയുള്ള മഹാത്മാക്കൾ, അവിടെ തപസ് ചെയ്യുന്നവർ ഇന്നും ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ടുപോയിട്ടും ശരീരം ഉപേക്ഷിക്കാതെ അനവധി ആയിരം വർഷങ്ങളായിട്ട് ശരീരം നിലനിർത്തുന്നവർ, അറിവുള്ളവര് ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. ആ നാടാണ് ഭാരതം. ഇവിടെ ജനിച്ചവർക്കൊരു ലക്ഷ്യമുണ്ട്, ദക്ഷനാവരുത്, ധ്രുവനാവണം. നമ്മൾ ഓരോരുത്തരും അറിയേണ്ടതാണ്. ദക്ഷനെ ബ്രഹ്മാവ് പ്രജാപതീനാം സർവേഷാമാധിപത്യേസ്മയോ ഭവത്. ദക്ഷൻ ബ്രഹ്മാവ് സൃഷ്ടികർത്താവ്. സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ നിയന്ത്രണത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗം. ഇനി അതിനേക്കാൾ മുകളിലേക്കൊന്നുമില്ല. അതാണ് ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിന് ആ കാര്യത്തിൽ സഹായിക്കാൻ ബ്രഹ്മാവ് സ്വയം തെരഞ്ഞെടുത്തവര് പ്രജാപതിമാര്. പ്രജാപതിമാര് 10 പേരാണെന്ന് പറയുന്നു. മരീചി, അത്രി, അഗ്നിരസ, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, ഭൃഗു, വസിഷ്ഠൻ, ദക്ഷൻ, ദശമസ്തത്ര നാരദ. 10ാമൻ നാരദൻ. നാരദൻ പ്രജാപതിയുടെ ജോലിയൊന്നും സ്വീകരിച്ചില്ല. അദ്ദേഹം ഭഗവാന്റെ നാമവും ജപിച്ചുകൊണ്ട് ശ്രീനാരദശ്ച ഭഗവൻ ഭവദംഘ്രിദാസ, ഭഗവാന്റെ പാദസേവകനായിട്ട് നാരദൻ പോയി. പേര് പറഞ്ഞു വരുമ്പോ പിന്നെ കനിഷ്ഠികാധിഷ്ഠിതനാവേണ്ടത് ഏറ്റവും ഇളയ സഹോദരനായിട്ട് കൽപ്പിക്കേണ്ടത് ദക്ഷൻ. മരീചി മുതൽക്ക് എണ്ണിത്തുടങ്ങിയ 9ാമത്തെ മകൻ ദക്ഷൻ. പക്ഷേ ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ പറയുന്നത് ചില അച്ഛനമ്മമാർക്ക് ഉണ്ടാകുന്നത് പോലുള്ള ഒരു ദോഷം ദക്ഷനുണ്ടായിരുന്നു. അതെന്താ? ചില മക്കളോട് കുറച്ചധികം സ്നേഹം. ചിലർക്ക് ഇളയ മക്കളോട് അധികം സ്നേഹം ഉണ്ടാവും അത്രേ.
ദക്ഷസ്തു ധാതുരതിലാളനയാ രജ്വന്ധഃ നാത്യാദൃതസ്ത്വയി ച കഷ്ടമശാന്തിരാസീത് യേന വ്യരുന്ധസ ഭവത്തനുമേവ സർവം യജ്ഞേ ച വൈരപിശുനേ സ്വസുതാം വ്യമാനീൽ. ദക്ഷസ്തു ധാതു അതിലാളനയാ രജ്വന്ധഃ. ബ്രഹ്മാവിന്റെ അതിലാളന. ബ്രഹ്മാവ് എങ്ങനെയാണ് അതിലാളന കാണിച്ചത്? സീനിയോറിറ്റി ഒക്കെ ഓവർലുക്ക് ചെയ്തിട്ട് കൊണ്ടുപോയി മുകളിലങ്ങ് വെച്ചു. ഈ കഴിവില്ലാത്തവനെ ഏതെങ്കിലും ചില പരിഗണനകൾക്ക് വിധേയനായിട്ട് ഉയർത്തി കൊണ്ടുപോയി ഉയർന്ന സ്ഥാനത്ത് കൊണ്ടുപോയി ഇരുത്തിയാൽ ഓഫീസ് ജോലിയൊക്കെ അവതാളത്തിലാവും. ഇന്ന് പല ഓഫീസുകളിലും കാണുന്നത് പോലെ. അപ്പൊ കഴിവുള്ളവൻ ഇവിടെ നിൽക്കണ്ടെന്ന് വിചാരിച്ചു പോവും. ദക്ഷനെയും ബ്രഹ്മാവ് പ്രജാപതീനം സർവേഷാമാധിപത്യേ സ്മയോ ഭവൽ. പ്രജാപതികളുടെയൊക്കെ ഉയർന്ന സ്ഥാനത്ത് ഈ 8 ജ്യേഷ്ഠന്മാരുടെ മുകളിൽ കൊണ്ടുപോയി വെച്ചു. ബ്രഹ്മാവിന്റെ അഭാവത്തിൽ സൃഷ്ടിയുടെ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാനും തീരുമാനമെടുക്കാനും ഒക്കെ ഉള്ള ഒരവകാശം, അനുവാദം ബ്രഹ്മാവ് ദക്ഷന് കൊടുത്തു. ദക്ഷൻ അതുകൊണ്ട് അധികാരം കിട്ടിയാൽ വിനമ്രനാവുകയാണ് വേണ്ടത്. പക്ഷേ ദക്ഷൻ അതുകൊണ്ട് അഹങ്കരിക്കുകയാണ് ചെയ്തത്. രജ്വന്ധഃ. കണ്ണ് കാണാതെ അധികാരം കിട്ടിയപ്പോൾ. ദുഷ്ടന്മാർക്കാണ് ഇത് സംഭവിക്കുക. മഹാത്മാക്കളാണെങ്കിൽ അതുകൊണ്ട് വിനമ്രരായിത്തീരും, വിനയശീലരായിത്തീരും. മാവില് മാങ്ങ ധാരാളം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തല താഴും. എൻ്റെ ധാരാളം നല്ല പഴുത്ത മാങ്ങ ഉണ്ടെന്നും പറഞ്ഞ് മാവ് തല പൊക്കാറില്ല. ധാരാളം പഴുത്ത മാങ്ങ ഉണ്ടാവുമ്പോൾ മാവിൻ്റെ തല താഴും. പ്ലാവിൽ ചക്ക, വലിയ ചക്ക ഉണ്ടായാൽ ആ പ്ലാവ് താഴും, അതിൻ്റെ കൊമ്പ് താഴും. ഇതുപോലെയാണ് സജ്ജനങ്ങൾക്ക് അധികാരവും മഹത്വമൊക്കെ ഉണ്ടാവുമ്പോൾ ഭവന്തി നമ്രാഹ, അവരുടെ തല താഴും. അറിവില്ലാത്തവരുടെ തല അഹങ്കാരം കൊണ്ട് പൊങ്ങും. ദക്ഷന്റെ ആ തല അഹങ്കാരം കൊണ്ട് പൊങ്ങി. ദേവന്മാരുടെ സദസ്സിൽ ഒരിക്കൽ ദക്ഷൻ നേരം വൈകി വന്നു. അങ്ങനെ പതിവില്ല സാധാരണ ദേവന്മാരുടെ ലോകത്തില്. അവിടെയൊക്കെ കണിശമായിട്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുക. പക്ഷെ ദക്ഷൻ നേരം വൈകി വന്നു. നേരം വൈകി വന്നപ്പോൾ എല്ലാവരും അവിടെ ഇരിക്കുന്നവരൊക്കെ ദക്ഷനെ കണ്ടപ്പോൾ എഴുന്നേറ്റു. എഴുന്നേറ്റത് അദ്ദേഹത്തിന് യോഗ്യത ഉള്ളത് കൊണ്ട് തന്നെയാണ്. ബ്രഹ്മാവ് അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹം യോഗ്യത ഉള്ളത് കൊണ്ടാണ്. പക്ഷേ ആ യോഗ്യത അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള പൂർണ്ണത വന്നിട്ടില്ല. അവിടെയാണ് കുഴപ്പമുണ്ടായത്. അതുകൊണ്ടാണ് അഹങ്കരിച്ചത്. എല്ലാവരും എഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ എല്ലാവരും എഴുന്നേറ്റു. പക്ഷെ 2 പേര് എഴുന്നേൽക്കാത്തവരുണ്ടായിരുന്നു. അവര് താഴെയല്ല, മുകളിലാണ് ഇരുന്നിരുന്നത്. വേദിയിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠന്മാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 സിംഹാസനം ഇട്ടിരുന്നു. അതിൽ ഒരു സിംഹാസനം ഒഴിഞ്ഞു കിടക്കുക. തൻ്റെ അഭാവം കൊണ്ട് തന്നെ അവിടെ നടക്കാൻ പോകുന്ന ദുരന്തത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നുള്ള കൃത്യമാണോ ഭഗവാൻ മഹാവിഷ്ണു അവിടെ നിർവഹിച്ചതെന്ന് അറിയില്ല. ഭഗവാൻ തൻ്റെ അഭാവം കൊണ്ട് തന്നെ ശ്രദ്ധേയനായിരുന്നു മഹാവിഷ്ണു. ബ്രഹ്മാവുണ്ട്, പരമേശ്വരനുണ്ട്, ത്രിമൂർത്തികളാണ്. ഈ 2 പേരും എഴുന്നേറ്റിട്ടില്ല. പ്രാങ്നിഷണ്ണം മൃഡം ദൃഷ്ട്വാ നാമൃഷ്യത്തധനാദൃതഃ ഉവാച വാമം ചക്ഷുർഭ്യാം. ബാക്കിയുള്ളവരൊക്കെ എഴുന്നേറ്റ് നിന്നു. എഴുന്നേറ്റ് നിന്നപ്പോൾ ദക്ഷൻ സദസ്സിൽ വന്നു. എന്നിട്ട് തൻ്റെ കൈകൊണ്ട് കാണിച്ചു എല്ലാവർക്കും ഇരിക്കാം. എല്ലാവരും ഇരുന്നു, നിശബ്ദം. അവിടെ 2 പേരിരിക്കാത്തവരുണ്ട്. അതിൽ ഒന്ന് തനിക്ക് വന്ധ്യനായിട്ടുള്ള ബ്രഹ്മാവാണ്. ബ്രഹ്മാവിന്റെ പുത്രനാണല്ലോ ദക്ഷൻ. അജം ലോകഗുരും നത്വാ. പോയിട്ട് തൊഴുതു, നമസ്കരിച്ചു.
നമസ്കരിക്കുമ്പോൾ ഉള്ളിലൊരു വിചാരമുണ്ട്, കാര്യം അച്ഛനൊക്കെ തന്നെയാണ്, പക്ഷെ എന്നെ ഒരു സ്ഥാനം തന്നിട്ടുണ്ടെന്ന് ഇരുത്തിയ നാലാള് കാണുമ്പോഴെങ്കിലും അച്ഛനൊന്ന് എഴുന്നേറ്റാ കുഴപ്പമൊന്നുമില്ല എന്ന് ഉള്ളിൽ വിചാരം, എന്നാലും പുറമേക്ക് പറഞ്ഞില്ല. അങ്ങനെയാ തൊഴുത്തത്. ബ്രഹ്മാവിന് ഇരിക്കാൻ ബ്രഹ്മാവ് അനുവദിച്ചു, ഇരിക്കൂ മകനെ എന്ന്. അത് കഴിഞ്ഞ് നോക്കി, പ്രാങ് നിഷണ്ണം മൃഡം ദൃഷ്ട, വേറൊരാളിരിക്കുന്നുണ്ട് അവിടെ മറ്റൊരു സിംഹാസനത്തിൽ, അത് സാക്ഷാൽ പരമേശ്വരൻ. നാമൃഷ്യത്തധനാധൃത, ഈ എല്ലാവരും എഴുന്നേൽക്കുന്നതും ദക്ഷൻ വരുന്നതും ബ്രഹ്മാവിനെ വന്ന് വന്ദിക്കുന്നതും എന്നിട്ട് ബ്രഹ്മാവിൻ്റെ അനുഗ്രഹം വാങ്ങുന്നതും ഇതൊന്നും ഈ പരമേശ്വരൻ അറിയുന്നില്ല. അദ്ദേഹം അങ്ങനെ തലയും താഴ്ത്തിയിരിക്കുന്നുണ്ട്. പ്രാങ് നിഷണ്ണം മൃഡം ദൃഷ്ട നാമൃഷ്യത്തധനാധൃത. ദക്ഷന്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ പുകഞ്ഞു വരാൻ തുടങ്ങി. ദക്ഷൻ ഉടനെ വാക്കുകൾ അവിടെ കൂടിയവരെയൊക്കെ കേൾപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു. നിങ്ങളൊക്കെ ഞാൻ വന്നപ്പോൾ എഴുന്നേറ്റ് നിന്ന് വന്ദിച്ചു. സഹ അഗ്നിഭിഹി എന്നാ പറഞ്ഞ, അഗ്നികൾ പോലും, അഗ്നിദേവൻ പോലും എഴുന്നേറ്റ് വന്ദിച്ചു. വെറുതെ അല്ല, അദ്ദേഹത്തിന് യോഗ്യത ഉള്ളത് കൊണ്ട് തന്നെ. എന്തിനാ നിങ്ങൾ എന്നെ വന്ദിച്ചത്? എന്നല്ല വന്ദിച്ചത്, ഈ ശരീരത്തെ അല്ല. ഈ ശരീരം എല്ലാവർക്കും ഉള്ളതുപോലെ ഒരു ശരീരം, എൻ്റെയും ശരീരം. പക്ഷേ ഈ സ്ഥാനത്തിനാണ് മഹത്വം. ഈ സ്ഥാനത്ത് ഇനി വേറൊരാള് അധ്യക്ഷനായിട്ട് വന്നാൽ, നിങ്ങളിൽ ഒരാൾ ഇവിടെ വന്നിരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഞാൻ താഴെയാണ് ഇരിക്കുന്നതെങ്കിൽ ഞാനും വന്ദിക്കും. ആൾക്കല്ല യോഗ്യത, സ്ഥാനത്തിനാണ്. അല്ലേ? പോലീസുകാരൻ കൈ കാണിച്ചാൽ ഏത് വണ്ടി നിർത്തും എന്ന് വിചാരിച്ചൊരു പോലീസുകാരൻ സാധാരണ ഒരു ലുങ്കി ഉടുത്ത് ഒരു തലയെക്കെട്ടും കെട്ടി അവനവിടെ നാലും കൂടിയ വഴിയിൽ നിന്നിട്ട് അഭ്യാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ വല്ല വാഹനം നിർത്തുവോ? പോലീസുകാരന്റെ ശക്തിയല്ല, അദ്ദേഹത്തിന്റെ ഉദ്യോഗത്തിന്റെ മഹത്വം, യൂണിഫോമിന്റെ മഹത്വമാണ്. അതുപോലെ എന്റെ ശരീരത്തിന്റെ യോഗ്യത അല്ല, ഈ സ്ഥാനത്തിന്റെ മഹത്വമാണ്. അപ്പൊ ഈ മഹത്വത്തെ ഒരാള് അംഗീകരിക്കുന്നില്ലെങ്കിൽ, നമ്മളൊരാൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ എന്താ വേണ്ടത്? ദക്ഷൻ തന്നെ മറുപടിയും പറഞ്ഞു, അതിന് ശിക്ഷ കൊടുക്കണം. ആരാന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അയന്തു ലോകപാലാനം യശോഘ്നോ നിരപത്രവ സദ്ഭിരാചരിത പന്ഥേന സ്തബ്ധേന ദൂഷിത. ഇതാ ഇവിടെ ഇരിക്കുന്നില്ല ഒരു പൊട്ടൻ, ഒരു പൊണ്ണൻ. സ്തബ്ധൻ എന്നാ പറഞ്ഞത്. തലയും താഴ്ത്തി ഇരിക്കുന്നത് കണ്ടില്ലേ? ഒരു അനക്കൂല്ല, അപ്പോഴും ഇപ്പോഴും. എല്ലാവരും അത്ഭുതവും ഭയവും ഒക്കെ ഉണ്ടായി. കാരണം ഇത് സ്വന്തം മകളുടെ ഭർത്താവിനെയാ പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അദ്ദേഹം എൻ്റെ മകളുടെ ഭർത്താവല്ലേ എന്ന്. എൻ്റെ മകള് എത്ര സുന്ദരിയ, എന്തൊരു ഗുണങ്ങൾ തികഞ്ഞവള. അദ്ദേഹമാണെങ്കിലോ പാണിം മർക്കടലോചന. സാധാരണ എല്ലാവർക്കും രണ്ട് കണ്ണാ, ഇത് നെറ്റിയിലൊരു കണ്ണും. വികടലോചനൻ ഒക്കെയാ പറയേണ്ടത്. എന്തിനാഹേ? പിന്നെ അങ്ങ് കുറെ സകാര വരുഷം. പ്രേതസ്രംസ്തിഭൂഷണ പ്രേതാവാസേഷു ഘോരേഷു പ്രേതൈർഭൂതഗണൈർവൃത അടത്യുന്മത്തവൻ നഗ്നോ വ്യുപ്തകേശോ ഹസൻ രുദൽ ചിതാഭസ്മകൃതസ്നാന പ്രേതസ്രംസ്തിഭൂഷണ ശിവാപദേശ ഹ്യശിവ മത്ത ജനപ്രിയ. ബോധമുള്ള സമയം കുറവാ, എപ്പോഴും മത്തനാണ്. അതുപോലുള്ള കൂട്ടുകാരാണ് ഇഷ്ടം. താമസിക്കുന്നത് പ്രേതഭൂമിയിലാണ്. പ്രേതഭസ്മമാണ് ശരീരത്തിൽ ധരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് പരമേശ്വരനെ അങ്ങ് നിന്ദിച്ചു. എന്തിനാഹേ അങ്ങയുടെ സുന്ദരിയായിട്ടുള്ള മകളെ
ഇദ്ദേഹത്തിന് ഈ കൊള്ളരുതാ അങ്ങ് പറയുന്ന ഈ ദോഷങ്ങളൊക്കെ ഉള്ള ഇദ്ദേഹത്തിന് എന്തിനെ കല്യാണം കഴിച്ചു കൊടുത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ സമ്മതം ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ എന്താ ചെയ്യാ, അങ്ങനെ പറയാറില്ലേ ചില കൊള്ളരുതാത്ത മക്കൾ, തന്തപ്പിടി പറഞ്ഞതുകൊണ്ട് ചെയ്തു. അതാ ഈ ബ്രഹ്മാവ് പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തു എന്നേ ഉള്ളൂ. 2 പ്രാവശ്യം എന്നെ വന്ദിക്കേണ്ടവനാ, നിങ്ങളൊക്കെ 1 പ്രാവശ്യം വന്ദിച്ചാൽ മതി. ഏഷമേ ശിഷ്യതാം പ്രാപ്ത എന്മേ ദുഹിതുരഗ്രഹീത്. എൻ്റെ മകളെ കല്യാണം കഴിച്ചത് കൊണ്ട് എൻ്റെ ശിഷ്യസ്ഥാനുണ്ട്. അതിന് സാക്ഷി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പാണി വിപ്ര അഗ്നിമുഖത, ബ്രാഹ്മണരെയും അഗ്നിയെയും ഒക്കെ സാക്ഷി നിർത്തി മന്ത്രപൂർവകമാണ് എൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തത്. ഈ സദസ്സിലിരിക്കുന്ന ഒരു ദേവനെ പോലെയും എൻ്റെ മകളെ കല്യാണം കഴിച്ചപ്പോൾ എൻ്റെ മകന്റെ സ്ഥാനത്തും 2 പ്രാവശ്യം വന്ദിക്കേണ്ട ഇവൻ ഇത്രയും ആയിട്ട് കണ്ടില്ലേ, ഇത്രയും പറഞ്ഞ് തലയും താഴ്ത്തിയിരിക്കുന്നത്, ഇദ്ദേഹത്തിന് പറ്റിയൊരു ശിക്ഷ കൊടുക്കണം എന്നാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. സദസ്സാകെ ഇളകി മെറിഞ്ഞു. ഈ പൊതുജനത്തെ പറയാറുണ്ടല്ലോ, പൊതുജനം കഴുതാണെന്ന് പറയാറുണ്ട്. പക്ഷേ അറിവുള്ളവരതിൽ വേറിട്ട് നിൽക്കും. അവര് മുന്നിലിരിക്കുന്നുണ്ട്. അറിവുള്ള കുറച്ച് പേര്, അവർക്ക് പ്രത്യേക സ്ഥാനം കൊടുത്തിട്ടുണ്ട്. മുൻനിരയിൽ ഇരിക്കുന്ന ആ മഹാത്മാക്കള് അവര് ദക്ഷനെ തടയാൻ നോക്കി. പക്ഷേ ഈ ഭൂരിപക്ഷത്തിന്റെ ഉറക്കമുള്ള ശബ്ദത്തിൽ അത് മങ്ങിപ്പോയി. എപ്പോഴും അങ്ങനെയാണല്ലോ, മൃഗീയ ഭൂരിപക്ഷം എന്നാ പറയാറ്. ദക്ഷൻ ശപിച്ചു. എന്താന്നല്ലേ, ഇദ്ദേഹത്തിന് ഇനി മുതൽക്ക് ദേവൻ നമ്മുടെ കൂടെ ഇരിക്കാനുള്ള അർഹതയില്ല, നമ്മുടെ മാന്യതയെ വേണ്ടതുപോലെ ഗൗനിക്കാത്ത ഇദ്ദേഹത്തിന് നമ്മുടെ കൂടെ ഇരിക്കാനുള്ള യോഗ്യത ഇല്ല. അതുപോലെ നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കാനുള്ള യോഗ്യതയില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിന് യാഗത്തിൽ സ്ഥാനമില്ലാതെ പോകട്ടെ. ഇതങ്ങ് കേട്ടപ്പോഴേക്ക് നന്ദികേശ്വരൻ മുതലായിരിക്കുന്ന പരമേശ്വരന്റെ ഭക്തന്മാർക്ക് സഹിച്ചില്ല. അവരവിടുന്ന് എഴുന്നേറ്റ് പറഞ്ഞു, ഈ തല കിട്ടിയത് ഈശ്വരനെ വന്ദിക്കാൻ, ഈശ്വരനെ നമസ്കരിക്കാൻ, ഈ നാവ് കിട്ടിയത് ഈശ്വരന്റെ നാമം ജപിക്കാൻ, ആ ഈശ്വരനെ സ്തുതിക്കാൻ, ഈ തല കൊണ്ട്, ഈ നാവ് കൊണ്ട് അങ്ങ് ഈശ്വരനെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങയുടെ തല ആടിന്റെ തലയായി പോകട്ടെ. നീ ബേ എന്ന് പറഞ്ഞാൽ മതി. ഇത് കേട്ടപ്പോഴേക്ക് ദക്ഷന്റെ അനുയായികൾ കുറെ ആൾക്കാരുണ്ട് അവിടെ. അന്നത്തെ ദക്ഷന്റെ അനുയായികളൊക്കെ ഈ ദേവന്മാര് ആണല്ലോ, ബ്രാഹ്മണരാണ്. ഏറ്റവും ഉയർന്നവരാ, ഉന്നത സ്ഥാനീയരാണ്. കുലം കൊണ്ടും ധർമ്മം കൊണ്ടും കൃത്യങ്ങളെ കൊണ്ടുമൊക്കെ മാന്യരായിട്ടുള്ളവരാണ്. ഞങ്ങളുടെ നേതാവിന് തൊട്ട് കളിച്ചത്, എന്നാൽ നിങ്ങൾ പ്രേതഭൂമിയിൽ വിശന്തു ശിവദീക്ഷായം എത്ര ദൈവം സുരാസവം ബ്രഹ്മച ബ്രാഹ്മണംശ്ചൈവ യദ്യൂയം പരിനിന്ദത സേതും വിധാരണം പുംസാം അധപാഖണ്ഡമാശ്രിതാഹ. ശിവന്റെ ഭക്തന്മാര്, ശൈവന്മാര് ഒക്കെ കാപാലികന്മാരും ലോകഭ്രഷ്ടന്മാരുമായിട്ട് ഭവിക്കട്ടെ എന്ന് അങ്ങോട്ട് ശപിച്ചു. ഇത് കേട്ടപ്പോ ശിവഭക്തന്മാർക്ക് സഹിച്ചില്ല. ശിവനെ മാത്രമല്ല, ശിവഭക്തന്മാര് അത്രയ്ക്ക് അഹങ്കാരികളായില്ലേ നിങ്ങൾ? നിങ്ങളുടെ സ്ഥാനം കൊണ്ടും നിങ്ങളുടെ ജന്മം കൊണ്ടും നിങ്ങളുടെ കർമ്മം കൊണ്ടും അറിയേണ്ടതായിട്ടുള്ള ദൈവത്തെ അറിയാതെ പ്രവർത്തിക്കുന്ന നിങ്ങളെപ്പോലുള്ള ബ്രാഹ്മണര് കലികാലത്ത് വേദം വിൽക്കുന്നവരായി തെണ്ടി നടക്കേണ്ട ഗതികേടുണ്ടാവട്ടെ. നിങ്ങളെ ലോകം അപമാനിക്കട്ടെ. നിങ്ങൾ ഉയർന്ന വംശത്തിൽ ജനിച്ചുവെങ്കിലും അധകൃതരേക്കാൾ നികൃഷ്ടരായി പോകട്ടെ.
ശാപവും പ്രതിശാപവും ഒക്കെ ആയപ്പോൾ പരമേശ്വരൻ അവിടുന്ന് എഴുന്നേറ്റ് പോയി. കുറെ കാലത്തേക്ക് യാഗമൊന്നും ഉണ്ടായില്ല. ഈ പരമേശ്വരൻ എന്നാ പറയുന്നത്. പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈശ്വരന്മാരിൽ പരമനാണ്, ശ്രേഷ്ഠനാണ്. ഇതിൽ ഉയർന്ന ഇനിയൊരു ഈശ്വരനില്ല. ആ സ്ഥാനത്തെത്തിയ ആളാണ് ഭഗവാൻ. പ്രേതഭൂമിയിൽ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് കാണിച്ചു തരികയാണ്. ഈ ശരീരം കുറെ കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്നിടേണ്ടതാണ്. നമ്മൾ ഈ പൂജിക്കുന്നതായിട്ടുള്ള ശരീരം, നമ്മൾ ഈ ലാളിക്കുന്നതായിട്ടുള്ള ശരീരം പ്രേതഭൂമിയിൽ കൊണ്ടുവന്നിടേണ്ടതാ. ഇതിൻ്റെ അവകാശി ആരാന്ന് ചോദിച്ചാൽ ഭൂമി പറയും എനിക്ക് തിന്നാനുള്ളതാണ്. ഭൂമിക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ പട്ടികളും കഴുകന്മാരും പറയും ഞങ്ങൾക്ക് തിന്നാനുള്ളതാണ്. അഗ്നി പറയും എനിക്ക് തിന്നാനുള്ളതാണ്, ദഹിപ്പിക്കുന്നതാണ്. അല്ല, കുഴിച്ചിട്ടിട്ടാണെങ്കിൽ പുഴുക്കൾ പറയും ഞങ്ങൾക്ക് തിന്നാനുള്ളതാണ്. അത്രയും നികൃഷ്ടമായിട്ടുള്ള ഈ ശരീരം, ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഈശ്വരന്റെ സ്ഥാനത്ത് എത്തിച്ചേരാൻ നമുക്ക് ശക്തി തരുന്നതായിട്ടുള്ള ഈ ശരീരം കിട്ടിയത് അവിടെ എത്താൻ വേണ്ടിയിട്ട് എന്ന് അറിയണം. അതിനുവേണ്ടിയാണ് ഭഗവാൻ പ്രേതഭൂമിയിൽ ശയിക്കുന്നത്. അത് കാണിക്കാനാണ്. നശിച്ചാൽ ദഹിച്ചു പോകുന്നതാണ്, ദഹിപ്പിക്കുന്നതാണ്. ദഹ്യതേ ഇതി ദേഹം, ദഹിപ്പിക്കാൻ ഉള്ളതാണ് ദേഹം എന്ന് നമ്മെ കാണിച്ചു തരാനാണ് ഭസ്മം, പ്രേതഭസ്മം കുറിയിടുന്നത്. പാമ്പിനെ കഴുത്തിലണിയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള മദം, മാത്സര്യം, അഹങ്കാരം, കാമം, ക്രോധം മുതലായിരിക്കുന്ന വിഷം ഒക്കെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ടതല്ല. ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് കാണിക്കണം. അതാണ് വിഷമുള്ള പാമ്പിനെ കഴുത്തിലും കയ്യിലും ഒക്കെ അണിഞ്ഞു എന്ന് പറഞ്ഞാൽ. ഉള്ളു പരിശുദ്ധമാണ്, ചിത്തശുദ്ധിയാണ് വേണ്ടത്. പുറമേക്കുള്ള പരിഷ്കാരം കൊണ്ട് കാര്യമില്ല, സംസ്കാരമാണ് ഉണ്ടാവേണ്ടത്. ഉണ്ടാക്കിയെടുക്കേണ്ടത് സംസ്കാരമാണ്, പരിഷ്കാരമല്ല. പരിഷ്കാരം ബാഹ്യമോടിയാണ്. ഇത് കാണിക്കലാണ് പരമേശ്വരന്റെ ഉദ്ദേശം. ഇതൊന്നും അറിഞ്ഞില്ല ദക്ഷൻ. ഏതായാലും യാഗം നടക്കാതെയായി. പിന്നീട് ദക്ഷൻ തന്നെ ഒരു യാഗം ഇഷ്ട്വാസ വാജപേയേന ബ്രഹ്മിഷ്ഠാനഭിഭൂയച, വാജപേയം എന്നൊരു യാഗം നടത്തി. അത് കഴിഞ്ഞ് ബൃഹസ്പതി സവം നാമ സമാരേഭേ ക്രതുത്തമം, വിശിഷ്ടമായിട്ടുള്ള ബൃഹസ്പതി സവം എന്ന യാഗം ആരംഭിച്ചു. ലോകത്തിലുള്ള സകല ദേവീദേവന്മാരെയും കൈലാസത്തിൽ ഒഴികെ ക്ഷണം കിട്ടിയിട്ടുണ്ട്. സതീദേവി ആകാശത്തിലൂടെ പോകുന്ന തൻ്റെ സഹോദരിമാരെ വിമാനത്തിൽ കണ്ട് അവർ താഴെ ഇറങ്ങി വന്ന് വരുന്നില്ലേ എന്ന് സതീദേവിയോട് ചോദിക്കുന്നു. എങ്ങോട്ടെന്ന് സതി അറിഞ്ഞില്ല. അച്ഛൻ്റെ യാഗമാണ് പറയാൻ ഭഗവാൻ വിട്ടതായിരിക്കും. വേഗം വരണം, ഞങ്ങൾ പോകുന്നു. കല്യാണം കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പോകണം എന്നല്ലോ ഭാര്യ, ഏതൊരു പെൺകുട്ടിയുടെ ഉദ്ദേശം. ഭർത്താവിൻ്റെ കൂടെ പോകണമെന്ന് തന്നെയല്ലേ ആഗ്രഹം, പ്രത്യേകിച്ച് സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ. അപ്പം അവിടെ തൻ്റെ ഗമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പെട്ടിയെടുത്ത് ഭർത്താവ് പിന്നിൽ നടന്ന് തലയും താഴ്ത്തി വരുന്നതായിരിക്കും ഏത് ഭാര്യയുടെ ഇഷ്ടം. അതൊന്നും ഇല്ലെങ്കിലും സതീദേവി പറഞ്ഞു, ഇതുവരെ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ, പോവാ നമുക്ക് അച്ഛൻ്റെ യാഗത്തിന്. ഒന്നും പറഞ്ഞില്ല പരമേശ്വരൻ. നിർബന്ധമായപ്പോഴാണ് പണ്ട് യാഗശാലയിൽ വെച്ച് തനിക്ക് കിട്ടിയ അപമാനത്തെ പരമേശ്വരൻ സതീദേവിയെ അറിയിച്ചത്. അത് കേട്ടപ്പോൾ സതീദേവിയുടെ ഉള്ളിലൊരു ഭാവം, അങ്ങനെയാണെങ്കിൽ എൻ്റെ അച്ഛനൊന്ന് നമസ്കരിച്ചാൽ എന്തായിരുന്നു കുഴപ്പം? സതി, ഞാൻ നിന്റെ അധോക്ഷജോമേ നമസാവിധീയതേ, നിന്റെ പിതാവിൻ്റെ ഉള്ളിലുള്ള ആ സാക്ഷാൽ ശ്രീവാസുദേവനെ ഞാൻ വന്ദിച്ചിട്ടുണ്ട്. പ്രത്യക്ഷമായിട്ട് ഞാൻ എഴുന്നേറ്റങ്ങ് നമസ്കരിച്ചാൽ അതിനെ സ്വീകരിക്കാനുള്ള കഴിവ് നിന്റെ പിതാവിന് ഇല്ല. ഒരുപക്ഷെ അദ്ദേഹം ദഹിച്ചു പോയി എന്ന് വരും. അതുകൊണ്ടേ ഞാൻ പ്രത്യക്ഷമായിട്ട് വന്ദിക്കാതിരുന്നത് എന്നും പരമേശ്വരൻ പറഞ്ഞു. എന്ന് മാത്രമല്ല, ബഹുമാനം കിട്ടേണ്ട സ്ഥാനത്ത്
അപമാനം നേടേണ്ടി വന്നാൽ അഭിമാനമുള്ളവന് അത് ഒരു പക്ഷേ അപമൃത്യുവിനു പോലും കാരണമായി തീരാൻ സാധ്യതയുണ്ട് എന്ന് ഭഗവാൻ പറഞ്ഞ് മൗനം പാലിച്ചു. മൗനം സമ്മതലക്ഷണം എന്ന് തീരുമാനിച്ച് സതീദേവി ഭഗവാൻ എന്നങ്ങനെ തുറിച്ച് നോക്കി. ഇത്രയും പറഞ്ഞിട്ട് എൻ്റെ കൂടെ വരുന്നില്ലല്ലോ എന്നുള്ളൊരു ഭാവത്തില് പിന്നെ ഇറങ്ങി നടന്നു. അത് കണ്ടപ്പോ പരമേശ്വരൻ തൻ്റെ ഭൂതഗണങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണിച്ചു. അവര് നന്ദികേശ്വരൻ വന്ന് തൊഴുതു നിന്നു. പിന്നെ സാരികാകന്തുകദർപ്പണംബുജശ്വേതാതപത്രവ്യജനസ്രഗാദിഭി ഗീതായനയർദുന്ദുഭി ശംഖവേണുഭി വൃഷേന്ദ്രമാരോപ്യ വിടങ്കിതായയൂ. വലിയൊരു ഘോഷയാത്രയായിട്ട് തന്നെയാണ് കൊണ്ടുപോയത്. അവിടെ എത്തി നോക്കിയപ്പോൾ കണ്ടത് ശിവനെ നിന്ദിക്കുന്നതായിട്ടുള്ള രംഗങ്ങളാണ്. ശിവൻ ഇരിക്കാനുള്ള സ്ഥാനം തന്നെ അലങ്കോലപ്പെടുത്തിയിരിക്കുന്നു. ശിവനെ വളരെ വികൃതമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. വിമാനിതം വിപ്രകൃതോ ഭയജ്ജന ഹൃദയസ്വസൃർവൈ ജനനീം ച സാദരാ പ്രേമാശ്രുകണ്ഠ്യ പരിഷസ്വദുർമുദ. ദക്ഷന്റെ ഉഗ്രമായ കൽപ്പനയെ ഭയന്ന് സതീദേവിയെ കാണുന്നവരൊക്കെ മുഖം തിരിച്ചു. സതീദേവിയുടെ മുഖത്തേക്ക് ആരും നോക്കിയില്ല. പക്ഷേ അമ്മയെയും സഹോദരിമാരെയും ദക്ഷന് വിലക്കാൻ കഴിഞ്ഞില്ല. അവര് വന്ന് സതീദേവിയെ സ്വീകരിച്ചു. പക്ഷേ അച്ഛന്റെ ഗൃഹത്തിൽ വന്നാൽ ഇവരല്ലല്ലോ, അച്ഛനല്ലേ തന്നെ സ്വീകരിക്കേണ്ടത്. മാത്രമല്ല ദക്ഷോ ദുഹിതൃവത്സല എന്നാണ്. ദക്ഷന് ആൺകുട്ടികളില്ല, പെൺകുട്ടികളേ ഉള്ളൂ. പക്ഷേ എന്തൊരു സ്നേഹ ദക്ഷന് പെൺകുട്ടികളോട്. ഇത്ര മക്കളോട് സ്നേഹമുള്ളൊരു അച്ഛനെ കാണാൻ വിഷമ. ആ പിതാവ് തന്നെ ശ്രദ്ധിക്കുന്നില്ല. താൻ വന്നപ്പോ പുറത്തേക്ക് ഇറങ്ങി വരേണ്ടതാണ്, വന്നില്ല. എന്നാൽ അച്ഛൻ്റെ അടുത്തേക്ക് പോവാം എന്ന് തന്നെ ആരെങ്കിലും സ്വീകരിക്കാൻ വരേണ്ടതാണ്, വന്നില്ല. നേരിട്ട് അച്ഛൻ്റെ നേരെ തന്നെ യാത്രയായി. അവിടെ ചെന്നപ്പോ കണ്ടു, ദക്ഷൻ സതീദേവിയെയും കണ്ടു, സതീ ദക്ഷനെയും കണ്ടു. ദക്ഷൻ സതീദേവിയെ സ്നേഹാർദ്രമായ ദൃഷ്ടി കൊണ്ടല്ല നോക്കിയത്, വിമാനിതയായിട്ടാണ്, അപമാനത്തോടു കൂടിയിട്ടാണ്, വക്രദൃഷ്ടി കൊണ്ടാണ് നോക്കിയത്. കയറി വന്നിരിക്കുന്നു ക്ഷണിക്കാതെ എന്നുള്ള നിലയ്ക്ക്. അവിടെ അരുദ്രഭാഗം തമവിക്ഷ്യ ചധ്വരം, രുദ്രന് ഭാഗം കൊടുക്കേണ്ട സമയമായിരിക്കുന്നു. രുദ്രഭാഗം ഇല്ലാതെ യാഗം തുടരാൻ തുടങ്ങിയപ്പോൾ ശ്രീ സതീദേവി പറയാൻ ആരംഭിച്ചു. ശ്രീദേവ്യുവാച നയസ്യ ലോകസ്ത്യതിശായന പ്രിയസ്തഥാ പ്രിയോ ദേഹഭൃതം പ്രിയാത്മനഃ തസ്മിൻ സമസ്താത്മനി മുക്തവൈരകേർത്തെ ഭവന്തം കഥമപ്രതീപയേൽ ദോഷാൻ പരേഷാം ഹി ഗുണേഷു സാധവോ ഗൃഹന്തി കേചിത് ന ഭവാദൃശാ ജനാഃ ഗുണാംശ്ച ഭൽഗുൻ ബഹുളീകരിഷ്ണവ മഹസ്തമാസ്തേഷ്വവിദൽ ഭവാനഘം. സതീദേവി എവിടുന്ന് ഉറക്കെ പറഞ്ഞു, അങ്ങ് അറിയുന്നില്ല ആരെയാണ് അങ്ങ് അപമാനിക്കുന്നത് എന്ന്. അങ്ങ് തെറ്റിദ്ധരിച്ചിരിക്കുന്നു പിതാവേ, പരമേശ്വരൻ അങ്ങയുടെ മകളുടെ ഭർത്താവാണെന്ന്. പരമേശ്വരൻ അങ്ങയുടെ മകളുടെ മാത്രം ഭർത്താവല്ല എന്ന് അങ്ങ് അറിയുന്നില്ല. ലോകഭർത്താവാണ് പരമേശ്വരൻ. ലോകത്തിൻ്റെ നാഥനാണ്, ലോകനായകനാണ്, ലോകത്തെ നിയന്ത്രിക്കുന്നവനാണ്. ഭഗവാന്റെ ഏതൊരു ഭഗവാന്റെ രണ്ടക്ഷരമടങ്ങുന്ന നാമങ്ങൾ യദ്വക്ഷരം നാമഗിരേരിതം നൃണാം സകൃപ്രസംഗാത് അഘമാശു ഹന്തിതൽ പവിത്രകീർത്തിം തമലംഘ്യശാസനം ഭവാനഹോ ദ്വേഷ്ടി ശിവം ശിവേതര. യാതൊരു ഭഗവാന്റെ രണ്ടക്ഷരമുള്ള നാമം ഹര, ശിവ, രുദ്ര, ഭവ, ദേവ, ഏതെങ്കിലും രണ്ടക്ഷരമുള്ളൊരു നാമം ഉറക്കെ ജപിച്ചു കഴിഞ്ഞാൽ ജനിച്ച് മരിക്കുന്നതിലിടയ്ക്ക് ഒരിക്കലെങ്കിലും
അറിഞ്ഞോ അറിയാതെയെങ്കിലും ജപിച്ചു കഴിഞ്ഞാൽ ദുരോത്യഖം സകലവിധ പാപങ്ങളെയും നശിച്ച് സംരക്ഷണം കൊടുക്കാൻ കഴിവും കാരുണ്യവുമുള്ള ഭഗവാനെയല്ലേ പിതാവേ ഹേ അങ്ങ് നിന്ദിക്കുന്നത്? ഇത് സ്വയം നശിക്കാനുള്ള കുഴി സ്വന്തം കുഴിച്ചുണ്ടാക്കുകയാണ്. പക്ഷെ കേട്ടില്ല ദക്ഷൻ ഈ പറഞ്ഞതൊന്നും. മാത്രമല്ല അവൾ ക്ഷണിച്ചില്ല, അവൾ വന്നില്ല എന്ന് മാത്രമല്ല അവൾ കയറി വന്നു എന്ന് മാത്രമല്ല അവൾ ആവശ്യമില്ലാത്ത വാക്കുകൾ പറയുന്നു. അവളെ എന്നെ ഉപദേശിക്കുന്നു, എന്റെ കൊച്ചുമോളെ എന്നോട് പറയാൻ വളർന്നിരിക്കുന്നു. ക്രോധം നിറഞ്ഞ ദൃഷ്ടികളെ കൊണ്ടാണ് ദക്ഷൻ നോക്കിയത്. സതീദേവി മനസ്സിലാക്കി ഇദ്ദേഹത്തെ ഞാൻ പറഞ്ഞ് നേരാക്കാൻ സാധിക്കില്ല. ഇനി ഇവിടെ 3 മാർഗങ്ങളാണ് ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്ന ആളുള്ളത്. ഒന്നാമത്തെ മാർഗം എന്താന്ന് ചോദിച്ചാൽ ജിഹ്വാമസൂനപി തതോ വിസൃജൽ സധർമ്മ. ഭാഗവതത്തെ നിന്ദിക്കുന്ന ഒരു സ്ഥാനത്ത് നമ്മൾ ആരെങ്കിലും എത്തിയെന്ന് വിചാരിക്കുക, ഗുരുവായൂരപ്പനെ നിന്ദിക്കുന്ന സ്ഥാനത്ത് നമ്മൾ എത്തിയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള മാന്യനായ ഗുരുനാഥനെ വന്ദിക്കുന്ന സ്ഥാനത്ത് എത്തിയെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു സദസ്സിൽ ഈ മഹൻ നിന്ദ നടക്കുന്നുണ്ടെങ്കിൽ കഴിവുണ്ടെങ്കിൽ മാത്രമേ ഇത് പറയുന്നുള്ളൂ. കഴിവുണ്ടെങ്കിൽ എന്ത് വേണമെന്നല്ലേ? കയറിയങ്ങ് ചെല്ലണം മേടയിലേക്ക്, എന്നിട്ട് പറയണം, എടാ ദുഷ്ട നിർത്തണം നിന്റെ വാക്ക്. കഴിവുണ്ടെങ്കിൽ പറയണം. നിർത്താൻ ഭാവില്ലെങ്കിലോ അവനങ്ങ് പിടിക്കണം, എന്നിട്ട് അവന്റെ തല പൊട്ടിച്ചു വലിച്ചെറിയണം, അവന്റെ നാവ് പിഴുതെടുക്കണം. കഴിവില്ലെങ്കിൽ എന്താ ചെയ്യുക? കഴിവില്ലെങ്കിൽ ചെവി 2 വിരലോണ്ട് പൊത്തിയിട്ട് ഓടണം. എത്ര ദൂരത്തേക്ക് ഓടണം? എത്ര ദൂരത്ത് പോയാലാണോ ഈ ശബ്ദം കേൾക്കാതെ അത്രയും ദൂരത്തേക്ക് ഓടണം. ഇത് രണ്ടും സാധിച്ചില്ലെങ്കിൽ പിന്നത്തെ ഒരു മാർഗം എന്താ? പിന്നെ ഈ ശരീരം സജ്ജന നിന്ദ കേട്ട സ്ഥലത്ത് നിന്ന് ഈ ശരീരം ജീവനോടുകൂടി ഇരിക്കാൻ പിന്നെ യോഗ്യതല്ല, അതിനെ നശിപ്പിക്കണം. സതീദേവി 3ാമത്തെ മാർഗമാണ് അവലംബിച്ചത്. വേദിയുടെ വടക്ക് ഭാഗത്ത് പോയിരുന്ന് സതീദേവി പീതദുകൂല സംവൃത മഞ്ഞപ്പട്ടുകൊണ്ട് ശരീരം മൂടി അനിലാഗ്നിധാരണയെ ചെയ്തു. കാറ്റും അഗ്നിയും ശരീരത്തിൽ മുഴുവൻ പടർന്നു പിടിച്ചു. ഒന്നിച്ച് കർപ്പൂരം കത്തുന്നത് പോലെ ദഹിച്ചുപോയി സതീദേവിയുടെ ശരീരം. അത് കണ്ടപ്പോഴേക്ക് രുദ്രപാർഷദന്മാർക്ക് സഹിച്ചില്ല. അവര് ആയുധങ്ങളുമായിട്ട് വന്നു. ഇത് കണ്ട് ദക്ഷിണാഗ്നിയിൽ ആഭിചാരഹോമം നടത്തിയിരുന്ന അഥർവവേദികൾ അതിൽ നിന്ന് ഋഭുക്കൾ എന്ന ദേവന്മാരെ സൃഷ്ടിച്ചു. അവരുടെ കയ്യിലുള്ള തീക്കൊള്ളികളെ കൊണ്ടുള്ള തല്ലേറ്റിട്ട് രുദ്രപാർഷദന്മാര് ഭയപ്പെട്ട് തോറ്റ് ഓടി കൈലാസത്തിന്റെ താഴ്വരയിലെത്തി. അവർക്ക് മുകളിലേക്ക് കടന്നുപോയിട്ട് പരമേശ്വരനോട് പറയാനുള്ള ധൈര്യമില്ല. എന്താ വേണ്ടതെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവഗമ്യ നാരദ മഹർഷി വന്ന് വിവരമറിയിച്ചത്. അതോടുകൂടി പരമേശ്വരൻ ക്രോധമപാരമാദധേ, അപാരമായ ക്രോധത്തെ സ്വീകരിച്ചു. ക്രുദ്ധസ്തു ദഷ്ടോഷ്ഠപുടസ്തദുർജടർജടാം തടിധ്വന്നി സടോഗ്രരോചിഷം ഉത്കൃത്യ രുദ്ര സഹസോത്ഥിതോ ഹസൻ ഗംഭീരനാദോ വിസസർജ താംബുവി. പരമേശ്വരൻ അവിടെ അങ്ങ് എഴുന്നേറ്റ് നിന്നു. ആ കണ്ണുകൾ തുറന്നു, തലയെന്ന് ഇളക്കി, ജടകൾ 4 ഭാഗത്തും പരന്നു, ഒരു ഗർജനങ്ങ് ചെയ്തു. അതോടുകൂടിയിട്ട് ഒരു ജട പിടിച്ചു, നിലത്തൊരടിയടിച്ചു. സഹസ്രബാഹുർഘന ത്രിസൂര്യ കരാളദംഷ്ട്രോജ്വലദഗ്നിമൂർധജ കപാലമാലീ വിവിധോദ്യതായുധ. ആകാശം മുട്ടുന്ന ശരീരത്തോടുകൂടി ഒരതിഭയങ്കര സത്വം ഉയർന്നു വന്നു. 3 കണ്ണുകൾ, കരിമ്പന പോലുള്ള കൈകാലുകൾ, അനവധി കൈകളിലൊക്കെ ആയുധങ്ങൾ, ആകാശം മുട്ടുന്ന ശരീരം, അഗ്നിയെ പോലെ ജ്വലിക്കുന്ന സൂര്യനെ പോലുള്ള കണ്ണുകൾ. കാൽക്കല വീണ് നമസ്കരിച്ചിട്ട് ചോദിച്ചു,
തം കിങ്കരോമീതി ഗൃണന്തം. എന്തിനാ ഭഗവാനെ എന്നെ സൃഷ്ടിച്ചത്, ഞാൻ എന്ത് ചെയ്യണം എന്ന്. ത്വം അഗ്രണീ രുദ്ര ഭടാംശകോമേ, നീ ഞാൻ തന്നെയാണ്. നിന്റെ പേര് വീരഭദ്രൻ. ദക്ഷം സയജ്ഞം ജഹി, യാഗശാലയോടുകൂടി ദക്ഷനെ നശിപ്പിച്ച് വിജയിയായിട്ട് മടങ്ങിവ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചങ്ങ് വിട്ടപ്പോ കാലാഗ്നി രുദ്രനെ പോലെ വീരഭദ്രൻ താഴെ കാത്തു നിൽക്കുന്ന രുദ്രപാർഷദന്മാരാൽ അനുഗതനായിക്കൊണ്ട് ദക്ഷന്റെ യാഗശാലയിലേക്ക് ചെന്നതും ഇടത് കാലൊടിച്ച് യാഗശാലയിലേക്ക് കടന്നതും ഇടത് കൈകൊണ്ട് യാഗശാലയുടെ ആ മോന്തായം പിടിച്ചൊന്ന് കുലുക്കിയതും യാഗശാല ചടപടദ്യം മറിഞ്ഞ് താഴത്തേക്ക് വീണു. ഭയപ്പെട്ട് ഓടിപ്പോകുന്ന ദേവസ്ത്രീകളെയൊക്കെ ഭയപ്പെടുത്തി, തല്ലിയില്ല. തല്ലുകൊള്ളാറായപ്പോൾ ഞങ്ങൾ പെണ്ണുങ്ങളാണ് എന്ന് പറഞ്ഞു. അത് ആദ്യം ആലോചിക്കേണ്ടതായിരുന്നു എന്ന് രുദ്രപാർഷദന്മാർ. തല്ലുകൊള്ളാറാവുമ്പോൾ പെണ്ണുങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പെണ്ണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങളെ പോലെ ഒതുങ്ങിയിരിക്കേണ്ടിയിരുന്നു. പക്ഷേ അവരുടെ സംസ്കാരം ഉള്ളതുകൊണ്ട് സ്ത്രീകളെ ഉപദ്രവിച്ചില്ല. ദേവന്മാരെന്നും വെറുതെ വിട്ടില്ല. ഓരോരുത്തരെ ഏത് തരത്തിലാണോ രുദ്രനെ അപമാനിക്കാൻ പരിശ്രമിച്ചത് അവരുടെ അതാത് അവയവങ്ങൾ പിഴുതെടുത്തു. ഭഗന്റെ കണ്ണ് ചൂഴ്ന്നെടുത്തു, പൂഷാവിന്റെ പല്ലെടുത്തു, ഭൃഗുവിന്റെ താടിയെടുത്തു. യജമാനനായിട്ടുള്ള ദക്ഷനെ നോക്കി, അവൻ സർവാംഗം ശിവനിന്ദ ചെയ്തവനാ. അവന് ഈ ശരീരത്തോടു കൂടി ജീവിക്കാൻ തന്നെ യോഗ്യതല്ല. പക്ഷേ നോക്കിയിട്ട് കൊല്ലാൻ പറ്റുന്നില്ല. യാഗത്തിൽ യജമാന സ്ഥാനം വഹിച്ച ആളെ കൊല്ലാൻ പറ്റില്ല. മനസ്സിലാക്കിയതായിട്ടുള്ള വീരഭദ്രൻ മലർത്തിക്കിടത്തി മൂക്കും വായും പൊത്തിപ്പിടിച്ച് സംജ്ഞപനം യോഗം യാഗത്തിൽ ആരംഭനം ചെയ്യുന്നത് പോലെ മൂക്കും വായും പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്ന് അവന്റെ തല മുരടിയെടുത്ത് ഹോമകുണ്ഡത്തിൽ അങ്ങ് ഹോമിച്ചു. അപ്പോഴേക്ക് രുദ്രപാർഷദന്മാർക്ക് നല്ല രസായി. കുണ്ടേഷ്വമുത്രയൻ കേചിത്, ചിലര് ഹോമകുണ്ഡത്തിന്റെ നേരെ അങ്ങ് തിരിഞ്ഞു നിന്നു. എന്നിട്ട് സറോന്ന് വിട്ടു. വിഭിതുർവേദിമേഖലാ, ഹോമകുണ്ടൊക്കെ നശിപ്പിച്ചു. ഇനി ഇത് മതി ഇവിടെ. ആ യാഗശാലയൊക്കെ നശിപ്പിച്ച് അവര് വിജയഭേരി അടിച്ചു പോയി. ഈ അവയവം നശിച്ചതായിട്ടുള്ള ദേവന്മാര് ബ്രഹ്മാവിനെ ചെന്ന് ശരണം പ്രാപിച്ചു. ബ്രഹ്മാവ് ദേവന്മാരാൽ അനുഗതനായിട്ട് അളകനന്ദയിൽ കുളിച്ച് കൈലാസനത്തിൽ പരമേശ്വരനെ ദർശിക്കുന്നതിനായിട്ട് വന്നു. ഹരഹര ശിവ ശിവ ശംഭോ രുദ്രമഹാദേവ വീണ് നമസ്കരിച്ച ആ ദേവന്മാരൊക്കെ അനുഗ്രഹിച്ചു പരമേശ്വരൻ. ബ്രഹ്മാവ് പറഞ്ഞു, ഇവർക്കൊക്കെ ശിക്ഷ കുറച്ച് കൂടുതലായി പോയി കിട്ടിയതെന്നാ പറയുന്നത്. പരമേശ്വരൻ അവരുടെ ആഗ്രഹം പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. ഓരോരുത്തരും അവരവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു. എൻ്റെ താടി പഴയതുപോലെ കിട്ടണം, എൻ്റെ പല്ല് വേണം, എൻ്റെ കണ്ണ് വേണം, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങളുടെ നേതാവായിട്ടുള്ള ദക്ഷന് തല പോയിട്ടുണ്ട്, അതും കിട്ടണം. സതീദേവിയുടെ കാര്യം ആരും പറഞ്ഞില്ല. ഭഗവാൻ നോക്കി എന്നിട്ട് പറഞ്ഞു, പഴയ പോലെ ആവാൻ വിഷമാ, നല്ല തിക്കൻ ഡെൻസ് താടിയൊന്നും ഇനി ഉണ്ടാവില്ല, ഇനി ആടിന്റെ താടി എടുത്ത് ഇവിടെ വെച്ചോളാൻ പറഞ്ഞു ഭൃഗുവിനോട്. പല്ലില്ലാത്തവനോട് അമ്മിയിൽ പൊടിച്ചു തിന്നോളാൻ പറഞ്ഞു. ഇല്ലെങ്കിലോ അടുത്തിരിക്കുന്നവനോട് കടിച്ചു ചവച്ച് തിന്നിട്ട് അത് വാങ്ങിയിട്ട് തിന്നോളാൻ പറഞ്ഞു പൂഷാവിനോട്. ഭഗനോട് വടി കുത്തിപ്പിടിച്ച് നടന്നോളാൻ പറഞ്ഞു. പിന്നെ ഇവരുടെ നേതാവ് ദക്ഷന് ജീവൻ കൊടുക്കാൻ വേണ്ടി പരമകാരുണികനായിരിക്കുന്ന പരമേശ്വരൻ യാഗശാലയിൽ വന്ന് അവിടെ കിടക്കുന്ന ഒരു ആടിന്റെ തലയെടുത്ത് ആ ശരീരത്തോട് ചേർത്ത് വെച്ചപ്പോൾ സദ്യസുപ്തൈവോത്തസ്ഥവൂ, ഉറങ്ങിക്കിടക്കുന്ന ആൾ എഴുന്നേൽക്കുന്നത് പോലെ ദക്ഷൻ എഴുന്നേറ്റു. സംഭരേതാം സുതാം സ്മരൻ, മരിച്ചുപോയതായിട്ടുള്ള തൻ്റെ മകളെ ഓർമ്മ വന്നു. എന്നിട്ട് അവിടെ വെച്ച് പരമേശ്വരനെ സ്തുതിച്ചു. ദക്ഷന്റെ സ്തുതി കേട്ട് ഭഗവാൻ സന്തോഷിച്ചു. ദക്ഷനെ അനുഗ്രഹിച്ചു. യാഗം വേണ്ടതുപോലെ പൂർത്തീകരിച്ചു. വിഷ്ണുപുരോടാശം ഹോമിച്ചപ്പോൾ 8 തൃക്കൈകളോടുകൂടി കമ്പബ്ജ ചക്ര ശര ചാപ ഗദ ആസിധർമ്മവ്യഗ്രയ്യ ഹിരൺമയഭുജൈരിവ കർണികാര, 8 ആയുധങ്ങളോട് കൂടിയിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ദക്ഷനെയും എല്ലാവരെയും കടാക്ഷിച്ചു. എന്നിട്ട് പറഞ്ഞു, ദേവന്മാരിൽ ഭേദഭാവം കാണുന്നത് അപകടമാണ്. ഒരു ദേവനെ വന്ദിച്ച് വേറൊരു ദേവനെ നിന്ദിക്കരുത്.
രുദ്രനെ വന്ദിച്ച് വിഷ്ണുവിനെ നിന്ദിക്കുക, ഇല്ലെങ്കിൽ വിഷ്ണുവിനെ വന്ദിച്ച് ശിവനെ നിന്ദിക്കുക തെറ്റാണ്. ഇത് ഭാഗവതത്തിന്റെ അഭിപ്രായമാണ്. അവരവരുടെ ഈശ്വര പൂജ എല്ലാവർക്കും ശ്രേഷ്ഠമാണ്. അത് തുടർന്നു പോവുക. മറ്റുള്ളവരുടെ ഈശ്വര പൂജയിൽ ഇടപെടാൻ നമുക്കാർക്കും അവകാശമില്ല, അധികാരമില്ല. ഓരോരുത്തരുടെ മാർഗവും അവരവർക്ക് ശരിയാണ്. വിദേശികൾ വന്നിട്ട് ഇവിടെ പ്രചരിപ്പിച്ചതും ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നതും അതാണ്. അവരവരുടെ മാർഗം പറയല്ല ചെയ്യുന്നത്, അവര് നമ്മുടെ സനാതനധർമ്മത്തെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ മാർഗം പ്രചരിപ്പിച്ചോട്ടെ, അവരുടെ മഹത്വം പറഞ്ഞോട്ടെ, അതല്ലല്ലോ അവര് ചെയ്യുന്നത്. അവര് നമ്മുടെ മാർഗം വേണ്ടതുപോലെ പഠിക്കാതെ ഇതിനെ പഴി പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പഴി പറയുന്നവരെ എന്താ വേണ്ടത്? അത് മുമ്പ് പറഞ്ഞു, കഴിയെങ്കിൽ അത് ചെയ്യുക, ഇല്ലെങ്കിൽ ചെവി പൊത്തി ഓടുക. കഴിയെങ്കിൽ അത് നിർത്താൻ തന്നെ നമ്മൾ പരിശ്രമിക്കണം. പിന്നെ യജ്ഞേ ഹിമവതക്ഷേത്രേ മേനായാമിതി ശുശ്രുമ. ആ സതീദേവി ശരീരം ഉപേക്ഷിച്ചുവെങ്കിലും ഹിമാലയത്തിൻ്റെയും മേനകയുടെയും പുത്രിയായിട്ട് പർവ്വതനന്ദന പാർവതിയായിട്ട് ജനിച്ച് ശ്രീപരമേശ്വരന്റെ പാതി ഉടല് തപസ്സുകൊണ്ട് നേടിയെടുത്ത് അർദ്ധ അങ്കിനിയായി ഇന്നും മാത്രമല്ല വിഘ്നേശ്വരനും അതുപോലെ സുബ്രഹ്മണ്യസ്വാമിക്കും ഭദ്രകാളിക്കുമൊക്കെ മാതാവായിക്കൊണ്ട് ലോകത്തിന് അനുഗ്രഹം ചെയ്ത് പാർവതീദേവിയായി ശോഭിക്കുന്നു. പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ ഈ വാക്കുകൾ സമർപ്പിക്കുന്നു. സർവേശ്വരൻ സന്തോഷിക്കട്ടെ.